ആദ്യം കണ്ടത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. തുടർന്ന് പറയുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും തേജസ്സേറിയ അപ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. അങ്ങനെ വചനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വയ്യ. എങ്കിലും അവിടെ ഒരു അർദ്ധവിരാമം ഇട്ടുകൊണ്ട് ബാക്കിയുള്ള ചിന്തയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ് ജീവിതത്തിൻ്റെ സായന്തന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോട് ഏതാനും നാളുകൾക്ക് മുമ്പ്, പരമാവധി ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് രചിച്ച 3 ലേഖനങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അത് നിങ്ങൾക്കറിയാം. 1-2 തിമോഥെയോസ്, തീത്തോസ്. ഈ 3 ലേഖനങ്ങളെ 2 വിധത്തിൽ നമ്മൾ പഠിക്കും. ഒന്ന് ഇടയലേഖനങ്ങൾ എന്ന ഔദ്യോഗികമായും, കാലഘട്ടം വച്ചുള്ളൊരു പഠനത്തിൽ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ സായന്തന കാലത്തെഴുതി എന്നതുകൊണ്ട് ഈവനിങ് ലെറ്റേഴ്സ്, സായാഹ്നത്തിൽ എഴുതിയത്, ജീവിത അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ എഴുതിയത് എന്നും നമ്മൾ പറയും. 2 ശരിയാണ്. ഇവിടെ നമുക്ക് അപ്പോസ്തലൻ തരുന്ന ഗൗരവതരമായ ഒരു വസ്തുതയിലേക്കാണ് പോകേണ്ടത്. നാം എന്തിനായി കാത്തിരിക്കുന്നു? എന്താണ് നമ്മുടെ ആത്മീയ ഉദ്ദേശ ലക്ഷ്യം? ഈ കൺവെൻഷന് പതിറ്റാണ്ടുകളുടെ പ്രായമുണ്ട്. നമ്മളതൊക്കെ നോട്ടീസിൽ ഇങ്ങനെ കാണിക്കും. എല്ലാ സഭകളും അങ്ങനെയാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ കൺവെൻഷൻ തുടങ്ങിയ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികളൊക്കെ നേരെ മുതിർന്നു. ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ എരിവോടെ ചിന്തിക്കാറുണ്ട്. അന്ന് നമുക്ക് ഒരല്പം ധനപരമായ പരിമിതികളുള്ള കാലമാണ്. ആ കാലത്തിൻ്റെ ഒരു പരിമിതിയിൽ ഇത്രയും തിരക്കുമില്ല മനുഷ്യജീവിതത്തിന്. ഇത്രയും തിരക്കില്ല, ഇത്രയും യോഗങ്ങളില്ല, ഇത്രയും സംവിധാനങ്ങളില്ല. അത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമല്ല. ആ കാലത്ത് എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, മതപ്രസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ നമുക്കന്നൊരു വ്യത്യാസമുള്ളത്, ആളുകൾ കൂടെ പറയുന്നത്, ആ പരിമിതികളെല്ലാം മറികടക്കുന്ന ഒരാത്മീയ അനുഭവം ഈ കൺവെൻഷനിൽ അന്ന് സംജാതമാകുമായിരുന്നു. ആരും പറയാതെ ജനം അച്ചടക്ക ബോധത്തോടെ ഇരിക്കേണ്ട ഇടത്തു വന്നിരിക്കുമായിരുന്നു. ആഹ്വാനം നൽകാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കുറവ് കണ്ടാൽ മറ്റൊരാൾ കാണാതെ പരിഹരിക്കുമായിരുന്നു. ആഹാരത്തിലോ അതിൻ്റെ വിതരണത്തിലോ ഒരപാകതയുണ്ടെങ്കിലും സന്തോഷത്തോടെ സഹിക്കുമായിരുന്നു. അതൊക്കെ വിട്ട് നമുക്കിന്ന് എന്തൊക്കെയോ സംഭവിച്ചു എന്ന ഒരപചകത്തിൻ്റെ, ഒരു പൊതുധാരണയുടെ മുമ്പിലാണ് നമ്മളെല്ലാം. അല്ലാതെ ആരോട് ഇരിക്കുന്നില്ല. എന്തോ ഒരു കുറവ്, എന്തോ ഒരപാകത, എവിടെയോ ഒരു ക്ഷീണം, എവിടെയോ ഒരു മാന്യം ഉണ്ടോ? ഉണ്ട്. ഞങ്ങളൊക്കെ അത് നികത്താൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെക്കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ കൈവീശി പറയാനും എഴുന്നേറ്റെന്ന് പറയാനും ഒക്കെ ഒന്ന് പറയും. അതും ഫലവത്താകുന്നില്ലെങ്കിൽ ചില ഉദാഹരണങ്ങളുണ്ട്. കരിങ്കല്ലിന് കാറ്റ് പിടിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഒരു ശാസന പൊതുവിൽ അങ്ങനെ ചെയ്യും. പാട്ടുകാർക്കുണ്ട് അവരുടെ ഒരു ശൈലി. പാട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ പലരും കയറി ആക്രമിക്കുന്നൊരു കാലമാണല്ലേ. പാവം ഒരു ദിവസം പറഞ്ഞത്, പാട്ടുകാരിത് കഴിഞ്ഞ് ഇവിടെ തന്നെ വേണം, അതിലെന്തോ കുറ്റം, അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ പാട്ടുകാരുടെ കൂടെ ഒരു സഹോദരൻ വരും. ക്ഷമിക്കണം, ഇവിടെ അങ്ങനെ ആരെയും കണ്ടില്ല.
പാട്ടുമായിട്ട് വലിയ ബന്ധം കാണില്ല, പാട്ടിൻ്റെ ഒരു നായകനായിരിക്കും. അത് തെറ്റൊന്നുമില്ല, പണ്ടുകൊണ്ടങ്ങനെ. അപ്പോൾ ഇവർ വന്ന് ഒരു കമൻ്ററി പറയാം. ഞാനതിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ആരാധനയുടെയൊക്കെ ക്ലൈമാക്സിൽ പറയും, വലിയ ആത്മപകർച്ച ഇവിടെ നടക്കുകയാണ്, വലിയ വിടുതൽ ഇവിടെ സംഭവിക്കുകയാണ്, ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞാൽ രായ്ക്കൊരു പഞ്ചിട്ട് ഇന്ന് രാത്രി. ഇതന്നെയല്ല ഈ വള്ളംകളിയിലും കേൾക്കുന്നത് ഇങ്ങനെയാണ്. പായ്പാട് ചുണ്ടൻ ദേവറസിനെ പിന്തള്ളി ഇഞ്ചോടിഞ്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വള്ളപ്പാടകലെ ഈ കമൻട്രി തന്നെ ഈ പുള്ളിയും പറയുന്നത്. പുള്ളി വള്ളം തുഴയൊന്നുമില്ല, വള്ളത്തിൽ കയറിയിട്ടുമില്ല, കരക്കിരുന്നു കൊണ്ട് നമ്മളെ ആവേശഭരിതരാക്കുകയാണ്. അപ്പം സ്റ്റേജിൽ ഓടിയെത്തുന്ന ഞാനും നിങ്ങളെ ഹർഷപുളകരാക്കാൻ ശ്രമിക്കുന്ന പാട്ടുകാരും നിശബ്ദ സാക്ഷിയായി ഇതെല്ലാം കണ്ടിരിക്കുന്ന സ്റ്റേജിലെ ദൈവദാസന്മാരും എന്ത് ചെയ്യാം? ഇങ്ങനെ നമ്മൾ അകപ്പെട്ട ഒരു വിഷമവൃത്തമുണ്ട്. അതിൻ്റെ കുറ്റവാളികളെയും നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും പണം മുടക്കി കഷ്ടപ്പെട്ട് നിങ്ങളിവിടെ എന്തിനു വന്നു? തികച്ചും ആത്മസന്തോഷത്തിനും വിടുതലുമാണ്, വേറൊന്നുമില്ല. അല്ലെ പിന്നെന്തിനാ വന്നേ? അതിനാ വന്നേ. ഞാനൊരു PFP ക്യാമ്പിൽ ചെന്നപ്പോൾ കുട്ടികളെല്ലാവരും കുറ്റം പറയുകയാണ്. പക്ഷെ എനിക്കൊരു സന്തോഷം തോന്നി. 500 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ആ ഓണ ദിവസമാണ്. എത്രയോ കലാപരിപാടികളിൽ പോയി പങ്കുകൊള്ളാം, അതിലെ ഭൗതിക സന്തോഷം ആർജിക്കാം. അതെല്ലാം വിട്ട് ഒരു 80% പേരും വന്നെന്തിനാ? ഒരാത്മീക സംതൃപ്തിക്ക. ഇവിടെ 90% ആളുകളും അല്ല, 99% ആളുകളും ഒരാത്മീക സംതൃപ്തി. എനിക്കൊരു വിടുതലും സന്തോഷവും ഒരാത്മനിറവും ചൈതന്യവും ഒക്കെ വേണം. അതിനാ വന്നേ. അത് പാട്ടിലൂടെ കിട്ടിയാലും കൊള്ളാം, പ്രസംഗത്തിൽ കിട്ടിയാലും കൊള്ളാം, അത് വേണം. ഉപരിപ്ലവമാകരുത്, അന്തരാത്മാവിൽ ജ്വലനമുണ്ടാകണം. ഇതിനാ വന്നേ. പക്ഷെ അത് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിൻ്റെ കുറ്റവാളി ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇന്ന് പ്രസംഗിക്കുന്ന അനിൽക്കുടുത്തോട്ടമാണ്, അല്ലെ നാളെ വരുന്ന ചെറിയാച്ചാനാണ്, അല്ലെ ഇന്നലെ വന്ന ആരാന്ന് എനിക്കറിയില്ല, അദ്ദേഹമാണ്. ഞാനും കണ്ടുപിടിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. എനിക്കിവിടെ ഒന്ന് ചാർജ് ആകണം, ഞാൻ അതിന് വന്നാ. പക്ഷേ നിങ്ങളൊരു ബലം തരുന്നില്ലെന്നേ. ഇത് ഞാനും കണ്ടുപിടിച്ചു. ഞാനങ്ങോട്ട് എന്താ പറയുന്നത്, എൻ്റെ ആക്കം മുഴുവൻ അങ്ങോട്ട് ഒന്നിൽ ഇന്നലെ പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന് ഒരുങ്ങിയില്ല. എൻ്റെ കുറവ് നിങ്ങളും കണ്ടുപിടിച്ചു. ഇതിന് കൂടിയൊരളവുണ്ട്. അത് നമ്മുടെ ലോക്കൽ സഭയിലാണ്. എന്തിനാ സൺഡേയിൽ വരുന്നത്? ഒരു സന്തോഷത്തിന്. അന്ന് മാസയോഗം പലതരം കഥകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു സന്തോഷമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ സഭയിൽ പ്രവചനം, അന്നൊന്നും പ്രൊഫഷണലല്ല പ്രവചനം. ദൂതരാങ്ങ് പറയുന്നു, അയാളെ വിളിച്ച് ഇങ്ങനെ കൊണ്ടുനടന്ന് ആ കൃപ ചോർത്തുന്ന പരിപാടിയൊന്നും ഒന്നില്ല. അങ്ങനെയാ. സഭയ്ക്കുള്ളിലൊരമ്മ, ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരമ്മ ആരോ പറയുന്ന അന്യഭാഷ കൃത്യം വ്യാഖ്യാനിച്ച് പൊരുൾ തരുന്നു. ഭാഷാപരിജ്ഞാനമില്ലാത്ത അമ്മ അത്യാവശ്യം ഇംഗ്ലീഷിൽ മെസ്സേജ് പറയുന്നു, പിന്നെ ആ കൃപ കിട്ടുന്നില്ല. ഇതെല്ലാം പണ്ടത്തെ അനുഭവങ്ങളാണ്. ശരിയല്ലേ? ഇതൊക്കെ ഇല്ലാത്ത പെന്തക്കോസ്തല്ല. പിന്നെ രോഗശാന്തി വേണം, പ്രവചനം വേണം, ദൈവകൃപ വേണം, വിവേചനം വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇതൊരാൾക്കൂട്ടം. നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ നിറങ്ങി ആത്മനിറവിലേക്ക് നടക്കണം. അപ്പം ആദ്യം നമുക്ക് ഇത് രണ്ടുമല്ലാത്തൊരു പ്രതിയുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്ന ഞാനോ പാട്ടുപാടുന്ന ബിനുചാരിതയോ ഒന്നും അല്ലാത്ത, അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന നിങ്ങളോ അല്ലാത്ത ഒരു പ്രതി ഇതിനകത്തുണ്ട്. അത് പിശാചും അല്ല കേട്ടോ. അതാരാന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം.
അതുകൊണ്ട് ഈ സൺഡേകളിലെ ആരാധനകളിലും പൊതുവായ മീറ്റിങ്ങുകളിലും ആളുകൾ ചോദിക്കും, ഈ അന്യഭാഷയൊക്കെ അന്യഭാഷയാണോ? ചിലർ പറയും പണ്ടൊക്കെയാണ് വ്യാഖ്യാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല. ചില പറയും പണ്ട് മൂർച്ചയുള്ള പ്രവചനമാണ്, എനിക്കൊരു 7 ദിവസം ഉപവാസം വെക്കണം, കൊള്ളാവുന്നൊരു ദിവാസനപ്പുറ ലിസ്റ്റിട്ട് നോക്ക്, കിട്ടുന്നില്ല. അത് ശരി, ഞാൻ കുറ്റവാളിയെ പറയും. സഭ ഇങ്ങനെ ആയതിൻ്റെ കാരണം വ്യാഖ്യാനമില്ല, പ്രവചനമില്ല, പഴയ രോഗശാന്തിയില്ല, ദൈവിക ഇടപെടലില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ല. ഇതാര് തരുമെന്ന് ഓർത്ത? ഞാനോ? പ്രസിഡൻ്റോ? നിങ്ങൾ തരുമെന്ന് ഓർത്താ ഞാൻ വന്ന്? ഇതല്ല, ഞാൻ തരുമെന്ന് നിങ്ങൾ ഓർത്തു. ഇന്ന് വരെ ചിന്തിച്ചോ, എനിക്കെന്തുകൊണ്ട് ഇതില്ല, നിങ്ങൾക്കെന്തുകൊണ്ട് ഇതില്ല? നമ്മളാണതിലെ ഒന്നാം പ്രതി. ദൈവം പ്രവർത്തിക്കില്ലേ? നമുക്കതിലേക്ക് തിരിച്ചു നടക്കണം. ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായി എൻ്റെ ജീവിതത്തിലെ ഘടകങ്ങൾ ചിലതെനിക്കറിയാം, ചിലതെനിക്കറിയാത്തതുണ്ട്. എനിക്കറിവുള്ളതിനെ മനഃപൂർവ്വം തിരുത്തണം, അറിയാത്തതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. അതിനാ വചനം പറഞ്ഞത്, നാം നന്മ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്താ അതിൻ്റെ അർത്ഥം? ന്യായാധിപനും ശിക്ഷക്കർഹനായ പ്രതിയും ഞാനാണെങ്കിൽ ഞാൻ എന്നെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ, ഞാനിന്ന് മടങ്ങിയെത്തുമ്പോൾ ഒരു 2-2.5 മണിക്കൂർ എത്തും വീട്ടിൽ. അപ്പോൾ ഒരു 12:30, ഈ 12:30 മണിക്കെത്തുന്ന ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് സാധാരണ ഉറങ്ങുന്നു. ഞാൻ 10 മിനിറ്റോ 5 മിനിറ്റോ പ്രാർത്ഥിച്ച പോരെ, എൻ്റെ ന്യായമാണ്. ഒരു 8 മണി വരെ ഉറങ്ങിയാലുള്ള കുഴപ്പമെന്താ? ന്യായമല്ലേ? എനിക്ക് ഓടണ്ടേ നാളെ, ഞാൻ തന്നെയാണ് ഡ്രൈവിങ്. അപ്പോൾ പിന്നെ വചനം ധ്യാനിക്കണം, അത്യാവശ്യം അറിയാമല്ലോ, പിന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ കുറ്റങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നെ നടത്തുക. എനിക്കിതിൽ നിന്ന് മുക്തനാവാനല്ല ആഗ്രഹം, ഇതിനെ ന്യായീകരിച്ചു കൊണ്ടുപോകണം. നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കണം. എത്ര മണിയുമാകട്ടെ, ഞാൻ ഏറ്റെടുത്ത ഒരു പ്രാർത്ഥനാ ദൗത്യമുണ്ട്, ഞാൻ ചിന്തിച്ചുറപ്പിച്ച ഒരാത്മീയ ജീവിത ശൈലിയുണ്ട്. ഒരു പ്രതിസന്ധിയിലും ആ ആത്മബന്ധം നഷ്ടപ്പെടാതെ തമ്പുരാനോടൊത്തുള്ള ജയജീവിതം നയിക്കാൻ ഏത് തിരക്കിലും, ഞാൻ പറയും ഏറ്റവും തിരക്കുള്ള ആൾ സ്തെഫാനോസാ. അദ്ദേഹം ഞാനും നിങ്ങളും കൊണ്ടുകൊടുക്കുന്ന പലവ്യഞ്ജനങ്ങൾ ശേഖരിക്കണം, അതിൻ്റെ കണക്കെഴുതണം, രുചികരമായി പാകം ചെയ്യുന്ന ഇടത്ത് ഇടപെടണം, അത് സെർവ് ചെയ്യുന്ന ഇടത്ത് വിവേചനമില്ലാതെ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം. അത്രം ചൂട് പിടിച്ച തിരക്കിനിടയിൽ നിൽക്കുന്ന ആളിന് തൻ്റെ ആത്മനിറവ് നഷ്ടപ്പെടാതെ ഇത്രയും മഹത്തരമായൊരു പ്രസംഗം പിൽക്കാലത്ത് പുറത്തിറങ്ങിച്ചെന്ന് പറയണമെങ്കിൽ ഏത് തിരക്കുകൾക്കിടയിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ തിരയുന്ന ദൈവസാന്നിധ്യത്തിന് വേണ്ടി സമയം ചിലവഴിക്കുന്നില്ല എങ്കിൽ എൻ്റെ ആത്മീക ജീവിതം യാന്ത്രികം മാത്രമെന്ന സ്വയം തിരിച്ചറിവിലേക്ക്, സ്വയം കുറ്റബോധത്തിലേക്ക് ഇന്ന് രാത്രി നമുക്കൊന്ന് തിരിച്ചു വരണം. നമുക്കെല്ലാവർക്കും ഒന്ന് തിരിഞ്ഞു നടക്കണം. മാത്രമല്ല, ആ തിരിച്ചു നടപ്പിൽ നമുക്കൊരു കാഴ്ച കാണാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉയർന്നുകൊണ്ടിരിക്കുന്നു അനുനിമിഷം. ഈ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയ കാര്യമല്ല. കർത്താവ് ഉയരട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ. കൃതജ്ഞത പറയുമ്പോൾ പേര് വിട്ടുപോയാൽ, അവതരിപ്പിച്ചപ്പോൾ വാക്ക് തെറ്റിപ്പോയാൽ, എൻ്റെ പേര് വിസ്മരിക്കപ്പെട്ടു എന്ന ഒറ്റ കുറ്റത്താൽ, പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഫോട്ടോ ചെറുതായിപ്പോയി എന്ന കുറ്റത്താൽ എനിക്കിത്തരം തോന്നലുകൾ വരുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ജഡീകനിരിപ്പുണ്ട്.
ജഡീകൻ എന്ന് പറയുന്നത് കേവലമായ ഒരു അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞതൊക്കെ ഒരാളുടെ ന്യായമായ റൈറ്റാ, എനിക്കതിനകത്ത് യാതൊരു നിഷേധവുമില്ല. പക്ഷേ എൻ്റെ അവകാശങ്ങൾക്കപ്പുറത്ത് ഞാൻ മറ്റൊരുവനെ ഉയർത്താൻ ഇവിടെ വന്നിരിക്കുന്നു, മറ്റൊരുവനെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നു. ഇന്ന് പ്രസംഗിക്കാൻ ചാൻസ് കിട്ടിയോ, പബ്ലിക്കിൽ നിന്ന് പാടാൻ ചാൻസ് കിട്ടിയോ, എന്നെ പ്രസിഡന്റ് നോക്കി ഒന്ന് ചിരിച്ചോ, ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ നോക്കി ഒന്ന് പരിഗണിച്ചോ, ഈ ചിന്തകൾക്കപ്പുറത്ത് ഞാൻ ഈ പന്തലിലെത്തിയത്, നിങ്ങൾ ഈ പന്തലിലെത്തിയത് നസ്രായനായ യേശുവിൻ്റെ മഹത്വം കാണാൻ, രാജാവിൻ്റെ സാന്നിധ്യം കാണാൻ. ആ സാന്നിധ്യം കാണാതിരിക്കുമ്പോഴൊക്കെ ഞാൻ വെറും ജഡം, ഞാൻ കേവല മനുഷ്യൻ. ആ കേവല മനുഷ്യനിൽ നിന്ന് ആത്മനിറവുള്ള മനുഷ്യരിലേക്കുള്ള പ്രയാണത്തിന് വേണം ഈ വർഷത്തെ കൺവെൻഷൻ ഒരുങ്ങാൻ. അതുകൊണ്ട് സമയം താമസിച്ചിട്ടില്ല. ഒരു മടങ്ങി വരവിന് യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസമെന്ന് വചനം ചോദിക്കും പോലെ ഒരു തിരിച്ചുവരവ്, ഒരു തിരികെയുള്ള യാത്ര, ഒരു മടക്കയാത്ര. ആ മടക്കയാത്രയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ ഉള്ളത്തിൽ ഹേമം തട്ടിക്കൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് പിടിച്ച് പറയാം, നാഥാ നിനക്കൊപ്പം, നിനക്കൊപ്പം, നിന്റെ സാന്നിധ്യത്തിനൊപ്പം ഇടതടവില്ലാതെ നിന്റെ കൂടെ നടപ്പാൻ ഞാനിതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു. ഈ ബോധത്തോടെ നമുക്കൊന്ന് നടക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ചെറിയ പരിജ്ഞാനത്തിലേക്ക് ദൈവം നയിച്ച നാൾ മുതൽ പ്രാർത്ഥിക്കുന്ന പരമാർത്ഥമായൊരു കാര്യം പറയാം. എൻ്റെ ശബ്ദത്തെ സജ്ജീകരിച്ചോ, എൻ്റെ ശൈലി കൊണ്ടോ ജനങ്ങളിൽ ഉളവാക്കുന്ന ആവേശജനകമായ ഒരു ഉണർവിൽ ചെന്നുപെടാനിടയാവരുത്. മനസ്സിലായോ? ഇല്ല. ഉണർവുണ്ടാകുന്ന വിധത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് പഞ്ച് ചെയ്ത് സംസാരിക്കാൻ, അല്ലേ? പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപരിതലത്തിലെ ഇളക്കം തട്ടലിനേക്കാൾ അടിത്തട്ടിൽ ഒരടിയൊഴുക്ക് ശക്തമാകട്ടെ. അവൻ 1000 മുഴം അളന്നപ്പോൾ വെള്ളം കാൽപാദത്തോളം എത്തി. കാൽപാദം നനയുന്ന വെള്ളത്തിൽ നടന്നിട്ടുണ്ടോ? സുഖമാണ്. പക്ഷെ അപ്പോഴും കൺട്രോൾ നമുക്ക് തന്നെയാണ്. വെള്ളമുണ്ട്, കൺട്രോൾ നമുക്കാണ്. മുട്ടോളം വെള്ളമെത്തുമ്പോഴും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അരയോളം വെള്ളമെത്തുമ്പോഴും സ്വാതന്ത്ര്യം നമ്മുടെയാ. പക്ഷെ അത് അയഞ്ഞ് വരിക. അല്പം കഴിഞ്ഞു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത മഹാനദിക്കകത്തിറങ്ങിയാൽ നിയന്ത്രണം നമുക്കല്ല, നദിക്കാണ്. നദി തീരുമാനിക്കും ഞാൻ ചുഴിയിൽ പോകണോ, കരക്കടിക്കണോ, ഇതിനകത്ത് കൂടി സഞ്ചരിക്കണോ. ഒരു കാര്യം ഉറപ്പാ, ഇത് ലോകത്തിലെ നദി പോലെയല്ല, ഇത് ആത്മനദിയാണ്. ഈ ആത്മനദി തകർച്ചക്കല്ല, അത് ഉണർവിനാണ്, ഉന്മേഷത്തിനാണ്. പരവേശം ആവശ്യമില്ല, മരണഭീതി ആവശ്യമില്ല. ആത്മനദിയിൽ കിട്ടുന്ന ജീവജലമാ. ആ ജീവജലം നമുക്ക് ഉന്മേഷദായകമാ, ആനന്ദ നിർഭരമാ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ഈ ആനന്ദ നദിയിലൂടെ യാത്ര ചെയ്യണം. ആനന്ദ നദിയിലേക്ക് ഇറങ്ങണം. ബാക്കിയൊക്കെ നമുക്കൊന്ന് മറക്കാം. ഹൃദയം തുറന്ന് തമ്പുരാന് കൊടുക്കാം. ഹൃദയം തുറന്ന് ദൈവത്തിങ്കൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പൗലോസ് മരണത്തോടടുക്കുക. ഈ മരണത്തോടടുക്കുന്ന മനുഷ്യനെപ്പറ്റി ഒത്തിരി വിശദീകരിക്കാനുണ്ട്. രസകരമായൊരു ചിന്ത അടുത്ത കാലത്ത് വായിച്ചു. എവിടെയാണെന്ന് ഓർമ്മയില്ല. ഒരാൾ പങ്കിട്ട് തന്ന മരണം ഒരാവശ്യമാണെന്ന അർത്ഥത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കലും മനുഷ്യൻ ചെന്ന് ഒരു ആളോട്, ഗുരുസ്ഥാനീയനായ ഒരാളോട് പറയും, എനിക്ക് മരിക്കണ്ട, മരിക്കാതിരിക്കണം, അനന്ത വഴി, എന്ത് പണവും തരാം. ഞാൻ പറഞ്ഞ പണമൊന്നും വേണ്ട. തൊട്ടടുത്തൊരു മലയുണ്ട്. ആ മലയുടെ അപ്പുറത്ത് ഒരു തടാകമുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ തടാകം. അതിൽ വെള്ളം കിട്ടും. അത് കോരി കുടിച്ചാൽ മതി. ഇത്ര നിസാരമാണോ? നിസാരമാണ്. ഈ മനുഷ്യൻ അവിടെ ചെന്നു. ഈ വെള്ളം ഇങ്ങനെ കോരിയെടുത്തു. കുടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ ശബ്ദം, കൂട്ടുകാരാ കുടിക്കരുത്, കുടിക്കരുത്, അപകടം, അപകടം, കുടിക്കരുത്.
ഞാൻ ആ വെള്ളം കുടിച്ച ആളാ. ജരാനര ബാധിച്ച് ക്ഷീണിച്ച് മെലിഞ്ഞു കിടക്കുന്നൊരു രൂപം അവിടെ കിടക്കുക. ആ വെള്ളം എന്നെ പെടുത്തിക്കളഞ്ഞു. എന്താ നിനക്കെന്ത് പറ്റി? ഞാനീ വെള്ളം കുടിച്ചതോടെ മരണം കിട്ടാതായി, വാർദ്ധക്യം കിട്ടുകയും ചെയ്തു. ആർക്കും വേണ്ടാത്തവനായി ഞാനിങ്ങനെ കിടക്കുക, മരണം കിട്ടുന്നില്ല. ആ വെള്ളം കുടിച്ചപ്പോൾ പറ്റിയതാ. നീ ഇത് കുടിക്കരുത്, പോകൂ. അന്നാദ്യമായി ഇയാൾ തിരിച്ചറിഞ്ഞു, മരണം കിട്ടാതെ പോയാൽ വാർദ്ധക്യം തുടരും. നമ്പ്യാർ പണ്ട് അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. 500 വയസ്സുള്ളൊരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്ന ഒരപ്പൂപ്പൻ അവർക്കുള്ളൂ. അംഗൻവാടി പഠിക്കുന്നതിൻ്റെ പ്രായം 500 വയസ്സും. പുള്ളി തിരിച്ച് ഇദ്ദേഹത്തെ കണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് ബുദ്ധിപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. എനിക്ക് മരണം ഒഴിവാകണമെന്ന് മാത്രമല്ല, നല്ല യൗവനക്കാരനായിട്ടിരിക്കുകയും വേണം എന്നും. അതിനെന്താ വഴി? അതാണോ ആഗ്രഹം? ഇതിൻ്റെ അപ്പുറത്തൊരു തടാകമുണ്ട്, അവിടെ പോയി വെള്ളം കുടി. സ്ഥലം പറഞ്ഞു കൊടുത്തു. ആ വെള്ളം അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എല്ലാം ചെറുപ്പക്കാരാണ്. ഒറ്റ വൃദ്ധനുമില്ല. ഇമാർ തമ്മിലടിക്കുന്നു, ഏറ്റുമുട്ടുന്നു, ആരോഗ്യം പ്രകടമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അലമ്പ് കാരണം അങ്ങോട്ട് പോകാൻ വയ്യ. യൗവനത്തിൻ്റെ ചുറുചുറുക്ക്, അതിൻ്റെ തൻ്റെ ഇടവും കീഴടങ്ങാത്ത മനോഭാവമൊക്കെ കണ്ട് അവർ ഏറ്റുമുട്ടുന്നു. അന്ന് അയാൾക്ക് മനസ്സിലായി, യുവാവായാലും പ്രശ്ന, വാർദ്ധക്യത്തിൽ ഇങ്ങനെ നരകിച്ചു പോയാലും പ്രശ്ന. അതുകൊണ്ട് മരണം ഒരു അനിവാര്യതയാണ്. പൗലോസ് ആ അനിവാര്യതയെ കണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. അദ്ദേഹം അതിനെ ലാളിത്യബോധത്തോടെ കൈകാര്യം ചെയ്തിട്ട് പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. 2 കാര്യങ്ങളെ കർത്താവ് അപ്പോസ്തലൻ മുമ്പോട്ട് വെച്ചു. 1 ജീവിച്ചിരിക്കുക, 2 മരിക്കുക. ഈ 2നെയും ഒരുപോലെ ഇഷ്ടപ്പെടാൻ കാരണം, ഞാൻ ജീവിച്ചാൽ ആ ജീവിതം കൊണ്ട് അന്ത്യനിമിഷം വരെ നിനക്കായി പടപൊരുതിക്കൊണ്ടിരിക്കും. അവസാന ശ്വാസവും നിനക്ക് വേണ്ടിയാ. ഞാൻ മരിച്ചാൽ യുദ്ധം അവസാനിപ്പിച്ച് നിനക്കൊപ്പം ചേരുക, വിശ്രാമം. 2ാമത് പറഞ്ഞ നിനക്ക് എനിക്ക് തരാനുള്ള വിശ്രാമമാണെങ്കിൽ, ആദ്യം പറഞ്ഞത് നിനക്ക് വേണ്ടിയുള്ള എൻ്റെ അധ്വാനമാണ്. അതുകൊണ്ട് ഞാൻ എത്രമാത്രം അധ്വാനിക്കണമോ, ഞാൻ എന്താകണമോ എന്നതിൽ എനിക്ക് യാതൊരു തീരുമാനവുമില്ല. അതങ്ങേക്കാ, ആ സമർപ്പണമാണ്. നമ്മുടെ ഉള്ളിലും ഇങ്ങനൊരു താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിനായി നിൽക്കണം, കർത്താവിനായി ശോഭിക്കണം. പക്ഷെ ഒരു ചോദ്യം, ഇതപര്യന്തമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ, ഇന്ന് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ, ഇവിടെ ഉള്ള നമ്മുടെ യാത്രയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളെ മുഴുവൻ ഒന്ന് അടുക്കി പെറുക്കി മാറ്റിയാൽ അതിൽ 99%, 99% ഞാൻ പ്രാർത്ഥിച്ചതും ഒരുങ്ങിയതും എനിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇഹലോക ജീവിതത്തിൽ അവരാരായിത്തീരണം. ഇഹലോക ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യങ്ങളെന്ത്? എൻ്റെ വാഹനം എന്തായിരിക്കണം? എൻ്റെ വീടെന്തായിരിക്കണം? എൻ്റെ കുട്ടികൾ ആരായിരിക്കണം? അവരെ പഠനം എന്തായിരിക്കണം? അതിൻ്റെ വഴികളെന്തായിരിക്കണം? ഇതിനു വേണ്ടി 99% എൻ്റെ എനർജി ചിലവഴിച്ചു. തിരിച്ചൊരു ചോദ്യം, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള നിത്യത എന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടി ഞാൻ എത്ര സംസാരിച്ചു, എത്ര പ്രാർത്ഥിച്ചു, എത്ര ഒരുങ്ങി? എന്നിട്ടും കാത്തിരിക്കുക നമുക്കെന്തോ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രതിഫലം? നമ്മൾക്കൊന്ന് തിരിച്ചു നടക്കണം. ആകത്തുകയിൽ നമ്മൾ ശൂന്യരാ, ആകത്തുകയിൽ നമ്മൾ ഭൗതികവാദികളാ. ഇഹലോകത്തിലെ പരിമിതമായ ജീവിതത്തെ നമുക്കെങ്ങനെ ശാശ്വതമാക്കാം, അതിനെ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന വ്യഗ്രതയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ദൈവകൃപ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച സ്ഥാനത്ത്, നിത്യതയ്ക്കൊരുങ്ങാൻ എൻ്റെ ദൈവകൃപ എനിക്കെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന ചിന്തയോടെ അപ്പോസ്തലൻ ആ ഇരുണ്ട ജയിലരിക്കുള്ളിൽ കിടക്കുമ്പോൾ മരണദിനം കുറിക്കപ്പെട്ടു.
മരണവിധം കുറിക്കപ്പെട്ടു. മരണദിനവും മരണവിധവും കുറിക്കപ്പെട്ടപ്പോൾ അത് കണ്ട് ആശങ്കപ്പെടേണ്ട സ്ഥാനത്ത് തൻ്റെ പക്കൽ അവശേഷിക്കുന്ന തുകൽ ചുരുളുകൾ എടുത്തു. ആ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് തൻ്റെ കാഴ്ചശക്തിയുടെ പരിമിതി ഉപയോഗിച്ചോ ലേഖനങ്ങൾ എഴുതാൻ തത്സമയത്ത് വന്നു നിൽക്കുന്ന സഹോദരങ്ങളുടെ സാന്നിധ്യം അനുസരിച്ചോ 3 ലേഖനങ്ങൾ എഴുതി. ആ 3 ലേഖനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യഥയുടെ, ദുഃഖത്തിൻ്റെ, ഭക്ഷണമില്ലായ്മയുടെ, കഷ്ടപ്പാടിൻ്റെ ഒരു സൂചനയുമില്ല. താൻ അനുഭവിക്കുന്ന ഞെരുക്കത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, ആ ജയിലറയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത അവസ്ഥയുടെ ഒരു സംഭവവും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ജയിലറയ്ക്കുള്ളിലും ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. നിരാശയോടെ വടികിറക്കി വിട് തിരികെ പോരേണ്ടി വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഒറ്റക്കാണെന്ന് ധരിക്കരുത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഈ ചിന്തയോടെ ആ ജയിലഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് അവസാന കത്തുകൾക്ക് നിറം പിടിപ്പിക്കുമ്പോൾ കാലത്തെ അതിജീവിക്കുന്ന സുവർണ ലിപികൾ കൊണ്ട് അത് 3 പുസ്തകങ്ങളായി നമ്മുടെ മക്കൾ കിട്ടുകയും തലമുറകൾ ഏറ്റുപാടുകയും കോടാനുകോടി ദൈവവൃത്തന്മാർ അവരുടെ ജീവിതത്തിന് ഊർജ്ജമായി കരുതി ഇന്നും വായിച്ച് കർത്താവിൻ്റെ വേല ഇത്ര വിപുലമായി ചെയ്യുവാൻ പ്രാപ്തരാക്കത്തക്ക വിധത്തിൽ അവരെ ഉപയോഗിച്ച ആ ദൈവവചനത്തിൻ്റെ സ്രോതസ് കർത്തദാസന് പകരപ്പെട്ടത് ഈ ജയിലറയ്ക്കുള്ളിലാണെങ്കിൽ ആ ജയിലറ നോക്കിയിട്ട് നമുക്ക് പറയാം, യെരുശലേം ദേവാലയത്തെക്കാൾ ഞങ്ങൾ ഈ ജയിലറയ്ക്ക് വിലമതിക്കുന്നു. യെരുശലേം ദേവാലയത്തെക്കാൾ ശെക്കേനായ എന്ന ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി പുരോഹിതന്മാർക്ക് അകത്ത് കിടക്കാൻ കഴിയാത്ത സമാഗമന കൂടാരത്തെക്കാൾ ഞങ്ങൾ ഈ ജയിലറയ്ക്ക് വിലമതിക്കുന്നു. കാരണം ഇവിടെയാണ് ദൈവസഭയുടെ ആദർശകരമായ ചിന്തകൾ രൂപപ്പെട്ട ഇടമെങ്കിൽ ഇവിടെ ഇറങ്ങി വന്ന ആ ദൈവകൃപ അദൃശ്യമായി വ്യാപരിക്കുമ്പോൾ അത് കാണാൻ അകക്കണ്ണുകൾ തുറന്നു പിടിക്കട്ടെ. പണ്ട് മരുഭൂമിയിൽ രൂപപ്പെട്ട ദൈവത്തിന്റെ തേജസ് കാണാൻ സകലർക്കും സാധിച്ചെങ്കിൽ തുറന്നു പിടിച്ച കണ്ണുകൾ കൊണ്ടത് കണ്ടെങ്കിൽ 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്നു കൊണ്ട് പൗലോസ് കിടന്ന ജയിലറയിൽ വ്യാപരിച്ച ആ തേജസ് കാണണമെങ്കിൽ അകക്കണ്ണ് തുറക്കണം, ഹൃദയം തുറക്കണം. ആ ഹൃദയക്കണ്ണ് പ്രകാശിച്ചവർക്ക് മാത്രമേ വരും കാലഘട്ടത്തിൽ ഈ ബൈബിൾ കരഗതമാക്കാൻ പറ്റുമോ, ഇതിനെ പ്രസംഗിക്കാൻ പറ്റുമോ, ഇത് പ്രസംഗിക്കുമ്പോൾ ജനഹൃദയങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്താൻ പറ്റുമോ. അത്തരം ഒരു ആത്മനിറവിൻ്റെ ചൈതന്യം നമ്മിലേക്ക് കടന്നു വരാൻ നമുക്കിന്ന് രാത്രി പ്രതിജ്ഞാബദ്ധരാകണം. നമുക്കിന്ന് രാത്രി സജ്ജരായി തീരണം. ഹല്ലേലൂയ. പ്രിയരേ, അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു ഭൗതിക പ്രശ്നം കൂടി പറയാം. ഭാരതത്തിലെ ക്രൈസ്തവ സഭ നമുക്കൊരു കണക്കുണ്ട്. AD 52 സെയിൻറ്റ് തോമസ് വന്നു. അത് വന്നുവോ ഇല്ലയോ എന്ന തർക്കമൊക്കെ മാറ്റിവെക്കാം. യൗസേബിയസ് എന്ന ഒരു ഹിസ്റ്റോറിയനുണ്ട്, സഭാചരിത്രകാരൻ. ഈ യൗസേബിയസ് നടത്തുന്ന സഭാചരിത്രത്തിലെ ഒരു പരാമർശമാണ് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണിക രേഖ. അതിനുമ്പൊരു രേഖയില്ല, പാരമ്പര്യമുണ്ട്. ആ രേഖയിൽ യൗസേബിയസ് പറയുന്നു, ആദ്യത്തെ സഭാചരിത്രകാരൻ ലൂക്കോസും അടുത്തയാൾ ഈ യൗസേബിയസും, ഇനി സോക്രട്ടസ് എന്നൊരാളുണ്ട്, നമ്മൾ അറിയുന്ന സോക്രട്ടീസ് അല്ല, പിന്നെ ഇങ്ങോട്ട് സൊസേമൻ, ഒത്തിരി ഹിസ്റ്റോറിയന്മാരുണ്ട്. അപ്പോൾ ഈ കൂടെ യൗസേബിയസ് വളരെ പ്രമുഖനാണ്. അദ്ദേഹം പറയുന്നത് ഈജിപ്തുകാരനായ ഒരു സഞ്ചാരി, അവിടെയുള്ളൊരു വൈദിക പാഠശാലയിലെ റെക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് പാൻറ്റീനസ് എന്നായിരുന്നു. പാൻറ്റീനസ്. ഈ പാൻറ്റീനസ് ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയായ കോപ്റ്റിക്, ഈജിപ്തുകാരുടെ ഭാഷ. ഈ കോപ്റ്റിക് ഭാഷയിലെ ഒരു ബൈബിൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. കാരണം നമുക്കറിയാം അലക്സാണ്ട്രിയ എന്നറിയപ്പെടുന്ന സ്ഥലം ഈജിപ്തിലാണ്. അവിടെയാണ് ബൈബിളിൻ്റെ കൈയെഴുത്ത് പ്രതികളൊക്കെ ഉണ്ടായിരുന്നത്, LXS ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വിജ്ഞാനം വളരെയാണ്. നമ്മുടെ അപ്പല്ലോസ് ആ നാട്ടുകാരനാണ്, അതിനാ പറയുന്ന അലക്സാണ്ട്രിയക്കാരനായി. ഈജിപ്തിൽ അലക്സാണ്ട്രിയ. തിരുവെഴുത്തുകളിൽ അഗാധ പാണ്ഡിത്യമുള്ള വാഗ്വൈഭവമുള്ള ജ്ഞാനിയായ അപ്പല്ലോസ്. അപ്പം ഇങ്ങനൊരു ചരിത്രം പൗരാണികതയുള്ള നാട്ടിൽ നിന്ന് ഈ പാൻറ്റീനസ് ഇവിടെ എത്തി. ലക്ഷ്യം ഇന്ത്യക്കാരെ ഈ കോപ്റ്റിക് ഭാഷ പഠിപ്പിക്കണം, എന്നിട്ട് ബൈബിള് വായിപ്പിക്കണം. അതുവഴി ബൈബിളും സുവിശേഷവും നമ്മളിലേക്ക് എത്തണം. അതിനുവേണ്ടി വന്ന ആൾ
ഈ ഉദ്യമം വിജയിപ്പിക്കാതെ തിരിച്ചുപോയി. അദ്ദേഹം ചെന്ന് നടത്തുന്ന ഒരു പ്രസ്താവന യൗസേബിയസ് കോട്ട് ചെയ്യുന്നു. എന്താണെന്നറിയണ്ടേ? കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടു. ഏതാ കുരുമുളകിൻ്റെ നാട്? നമ്മുടെ നാട്. അച്ഛൻ ഇങ്ങോട്ട് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നമ്മുടെ വല്യപ്പൻ ഇരിക്കാൻ കസേര ഇട്ടിട്ട് പറയുകയാണ് കുഞ്ഞിരുന്നാട്ട്. എബ്രായ ഭാഷയെ വായിച്ച് അങ്ങോട്ട് കേൾപ്പിച്ചത്. അതാണ് ആദ്യത്തെ രേഖ. അപ്പോൾ ഇത്രയും ചരിത്രമുണ്ട് കേരള ക്രിസ്ത്യാനിറ്റിക്ക്. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കേരള ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും നല്ല കാലം ഏതാ? AD 52 എങ്ങനെ ഇരുന്നു നമുക്കറിയില്ലല്ലോ. യൗസേബിയസ് എഴുതുന്ന പാണ്ടീനസിൻ്റെ കാലവും നമുക്കങ്ങനെ അറിയില്ല. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ ഞാൻ പറയാം, കേരള ക്രിസ്തീയതയുടെ ഏറ്റവും നല്ല കാലം ഇക്കഴിഞ്ഞ 10 വർഷങ്ങളാണ്. സന്തോഷമില്ലേ? 10 വർഷങ്ങൾ. 10 വർഷങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞല്ല. കഴിഞ്ഞ 10 വർഷങ്ങൾ അതിലെ കണക്കെടുത്താൽ ആ കണക്ക് ഏകദേശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഓരോ കൊല്ലവും ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കണക്ക് ആ ഗ്രാഫ് വർദ്ധിക്കുകയാണ്. അതിൽ മരണമുണ്ട്, ശരീരാക്രമണമുണ്ട്, ആക്രമിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞ് മരിക്കുന്ന അനുഭവമുണ്ട്, മൃതപ്രായരായ മനുഷ്യരെ ഇട്ടിട്ട് പോയ അവസ്ഥയുണ്ട്, വീടുകൾ കൊള്ളയടിച്ച അവസ്ഥയുണ്ട്. ആദ്യഘട്ടം ഒരു 179-200 പേരുടെ വരെ കണക്ക് വന്നെങ്കിൽ ആ ഗ്രാഫ് ഉയർന്നുയർന്നുയർന്ന് ഇന്ന് ഏകദേശം 1500-ൽ പരം ആളുകൾ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ ഈ സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ അകത്ത് കിടപ്പുണ്ട്. വിചാരണ കാത്ത. വിചാരണ വന്നാൽ പുറത്ത് വരും, അത് വേറൊരു കാര്യം. കാരണം കോർട്ട് ഈ ബാലിശമായ കേസൊന്നും എടുക്കുകയില്ല. ബൈബിളിരുന്നു അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തെപ്പറ്റിയോ ഭരണഘടനയെപ്പറ്റിയോ വലിയ അറിവൊന്നും അവർക്കില്ല. അകത്തുപോയി അങ്ങനെ കിടക്കുക. അപ്പോൾ ഇതാണോ അനുഗ്രഹവും നിങ്ങൾ ചോദിക്കും അല്ലേ? അതിൻ്റെ എന്താണെന്നറിയണ്ടേ? ഉണർവിൻ്റെ മുമ്പ് ദയ ഒരുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതാണ്. അത് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മളിൽ പലർക്കും ഇല്ല. സന്തോഷമില്ല. നമ്മൾ സാധാരണഗതിയിൽ മുമ്പേ കമൻട്രി പറഞ്ഞ പോലെ, വള്ളംകളിയുടെ ഉദാഹരണം പറഞ്ഞ പോലെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. ആത്മനിറവിൽ അങ്ങനെ ചെയ്യുന്നൊരു തെറ്റൊന്നും അല്ല കേട്ടോ. ആത്മനിറത്തിൽക്കൊണ്ടേ അതൊക്കെ ചെയ്യാം. ഇത് ചുമ്മാ വരുന്നവൻ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്ങുന്ന നമുക്കില്ല എൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലേ? അതുകൊണ്ട് പറഞ്ഞ. അപ്പോൾ കൃപ വ്യാപരിക്കട്ടെ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയും. നമുക്ക് ഇഷ്ടമുള്ളൊരു പദം അതാണ്. ഞാൻ ആ പദത്തിൻ്റെ ഒരു ആഴം കഴിഞ്ഞ ദിവസമാണ് പഠിച്ചത്. കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി. കൃപയ്ക്കും സത്യത്തിനും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? കൃപയ്ക്കും സത്യത്തിനൂടെ കൂട്ടുകൂടാൻ പറ്റില്ലെന്ന് ഒരിക്കലും. അവർ നമ്മൾ ഫ്രണ്ട്സ് അല്ല. കൃപയും സത്യവും കൂടെ ഒരുമിച്ച് പോവില്ല. അവർക്ക് യോജിക്കാൻ പറ്റില്ല എവിടെയും. 2 വിരുദ്ധ ധ്രുവങ്ങളിലാണ് പോക്ക്. എന്താ കൃപ, എന്താ സത്യം എന്നറിയണ്ടേ? നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു, അതാ സത്യം. എന്താ കൃപയെന്നറിയണ്ടേ? നിങ്ങളെ വെറുതെ വിട്ടു, അതാണ് കൃപ. ഒരുമിച്ച് പോവോ? പോവില്ല. മനസ്സിലായില്ല? എന്താ സത്യം എന്നറിയണ്ടേ? നിങ്ങൾ മാരകമായൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. എന്താ കൃപ? പോട്ടെ എന്ന് പറഞ്ഞു, അതാണ് കൃപ. യോജിച്ചു പോവോ? പോവില്ല. സത്യമെന്നത് ന്യായവിധിക്കർഹമായ ഒരു നിലപാടിൻ്റെ പേരാ. ചില പറയില്ലേ, എനിക്കാരാണ് അപ്പുറത്തെന്ന് അറിയണ്ട, ഞാൻ സത്യം മാത്രമേ പറയൂ. അതൊക്കെ അവസരവാദപരോ എല്ലാ കാര്യത്തിലും ഒന്നും പറ്റില്ല അല്ലേ? ആളും തരമൊക്കെ നോക്കി എല്ലാവരും അതൊക്കെ പറയുന്നല്ലേ. ചിലരവിടെ മൗനിയായിട്ടിരിക്കും, മാറും. അത് മനുഷ്യനങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. നമ്മുടെ
ചെറുപ്പക്കാരായ പാസ്റ്റർമാരെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു ദിവസനിലെ ലൈസൻസ് ഇല്ലാതെ അങ്ങോട്ട് ഇല്ല, അല്ലെങ്കിൽ ഹെൽമറ്റ് വെച്ചില്ല. നമ്മുടെ തന്നെ ചർച്ചക്കൂടിൽ ഒരു ആളാണ് എസ് ഐ അവിടെ നിൽക്കുക, നല്ലൊരു മനുഷ്യൻ. എസ് ഐ നോക്കുമ്പോൾ ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഹെൽമറ്റ് ഇല്ല, വന്നിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതൊരു കൃപയാണ്. നമ്മളൊക്കെ അതിന് അർഹതയുണ്ട്, കാരണം നമ്മുടെ വിശ്വാസിയാണ്, എൻ്റെ വിശ്വാസിയാണ്, എനിക്കൊരു കൃപയ്ക്ക് ഞാൻ അർഹനാണ്. വെറുതെ വിടും. വെറുതെ വിട്ടാലൊരു കുഴപ്പമുണ്ട്, അതിൽ സത്യസന്ധനല്ല, ഡിപ്പാർട്ട്മെൻറ്റിനോട് ചെയ്ത് തെറ്റാ. അത്രയും ഓട്ടോക്കാരെ നിർത്തിയിരിക്കുന്നു, ടിപ്പറുകാരെ തടഞ്ഞെടുത്തിരിക്കുന്നു, അതിലേക്ക് ഞാൻ ചെന്നപ്പോൾ എന്നെ വെറുതെ വിട്ടാൽ അത് സത്യത്തിന് നേരെയുള്ള നിഷേധമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളീ പറയുന്നത് മുഴുവൻ എസ് ഐക്ക് അറിയാം. സാറേ, അത് രാവിലെ ഇറങ്ങിയപ്പോൾ പറ്റിപ്പോയി. TTRനും എസ് ഐക്കും അവരിതെത്ര കേട്ടതാ. അതുകൊണ്ട് ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. അഥവാ ഓടിച്ചാൽ നിങ്ങൾ അതിലൊക്കെ പാഞ്ഞ് കയറി പോയി ചാകേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം 1000 പേരെ ഡെയിലി കാണുന്നു, അതിലൊരാളാണ് നിങ്ങൾ, ചാകണ്ട. ലൈസൻസ് എടുത്തു, മനസ്സിലായില്ലേ? അടിച്ചു കുത്തി അതിലേ കയറി ചാകണ്ട, വേറൊരുത്തരെ കൊല്ലണ്ട. അത് തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല. നമ്മൾ പറയുന്നല്ല, TTRനും അറിയാം. സാറേ, വണ്ടി വിട്ട് കഴിയുമ്പോഴാണ് കയറിയേ, കൗണ്ടറിൽ തിരക്കായിരുന്നു. അവൻ എത്ര പേരെ കാണുന്ന ഡെയിലി? അയ്യോ, ഹെൽമെറ്റ് എടുത്തില്ലല്ലേ? ആട്ടെ ആട്ടെ ആട്ടെ. ഈ മനുഷ്യൻ കയ്യിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് പോലീസുകാരൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ബില്ല് ഞാൻ കൊടുത്തേക്ക്. നമ്മുടെ എസ് ഐ അത് കൊടുത്തു. ആട്ടെ പാസേ, സാറേ കൊടുക്കാറുന്നല്ലേ? വേണ്ട വേണ്ട, പോകൂ, പാസ് പോകൂ. ആശ്വാസം, ഞാൻ ഇഞ്ഞു പോകുന്നു. 2 ആഴ്ച കഴിഞ്ഞു, അടുത്ത ജംഗ്ഷനിൽ വെച്ച് വീണ്ടും ഇതുപോലെ നിൽക്കുക ഞാൻ. അപ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച കൊടുത്തതിൻ്റെ ക്ഷതം എനിക്ക് മാറിയിട്ടില്ല. രണ്ടാമതൊന്നും, ഇന്നും ഹെൽമെറ്റ് ഇല്ലല്ലേ? വാങ്ങിയില്ലായിരുന്നോ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യും, ഒരു ഹെൽമെറ്റ് വാങ്ങിക്കൂ. വീണ്ടും ഫൈൻ അടച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല. പാസ് വെക്കോ, നല്ലൊരു ഹെൽമെറ്റും മേടിച്ചു, ISI ഒക്കെ ഉള്ള, ഇരിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയണ്ടേ? കൃപയും സത്യവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? കൃപയും സത്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന എക്സ്പെൻസീവാണ്. കയ്യിൽ നിന്ന് കാശിടണമെന്ന്, അല്ലെങ്കിൽ ഒന്നേ പറ്റൂ. നമുക്ക് സ്വന്തം ചിലവിൽ കൃപ കൊടുക്കാൻ പറ്റുമോ? എത്ര കണ്ട് പറ്റും? ദയാവായ്പിന് വേണ്ടി ഒരുവൻ കോടതിക്കകത്ത് നിന്ന് കെഞ്ചുക, അവൻ ലാസ്റ്റ് കോടതി പറയും, നീ രാഷ്ട്രപതിയോട് പറ. രാഷ്ട്രപതിയോട് കെഞ്ചിയാലും ചിലപ്പോൾ പ്രാണം കിട്ടത്തില്ല. മനസ്സലിയാത്തത് എന്താണെന്നറിയണ്ടേ? നീതിയുടെ ശബ്ദം കൃപയ്ക്ക് മീതെ ഇങ്ങനെ നിൽക്കും. ഹല്ലേലൂയ, അതാ കാര്യം. അപ്പോൾ കൃപയും നീതിയും, കൃപയും സത്യവും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന നമ്മുടെ കർത്താവിന് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞ ആ ഉദാഹരണമില്ലേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു പോയ കുറ്റത്തിൻ്റെ പ്രായശ്ചിത്തം എന്നേക്കുമായ കടം റദ്ദ് ചെയ്ത് എന്നെ സ്വതന്ത്രനാക്കിയ പ്രക്രിയ കാൽവരിയുടെ കൊല്ലമരത്തിൽ സംഭവിച്ചത് ഒരുവരും തൊടാനാവാത്ത വിധം ഒരേ സമയത്ത് കൃപയുടെ ശക്തിയും നീതിബോധവും പ്രകടമാക്കിയ അജയ്യനായ ആ ദൈവപുത്രനെ ഉലകത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ, സകല പാപങ്ങൾക്കും പരിഹാരം അവിടുത്തെ പുണ്യാക രക്തം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇനിയാണ് ആ കൃപയ്ക്ക് കർത്താവ് കൊടുത്ത വില, ആ രക്തമാണ്. നമുക്കോ? നമ്മൾ രക്തം കൊടുത്താൽ മതിയോ പകരം? നമ്മുടെ രക്തം കൊള്ളൂല. നമ്മുടെ രക്തം സെയിം ഗ്രൂപ്പിലുള്ള ഒരാൾ കൊടുത്താൽ പോലും ചേർന്നില്ല എന്ന് വരും. അതാണ്. വർഷങ്ങൾക്കപ്പുറത്ത് പെരുമ്പാവൂരിൽ ഞങ്ങൾ ഒരു 4-5 ദിവസത്തെ പ്രോഗ്രാം നമ്മുടെ പാസ്റ്റർ ലാസറി മാത്യു സംഘടിപ്പിച്ച് ഞങ്ങളെല്ലാം പ്രസംഗിക്കാനൊക്കെ പോകുന്നൊരു കാലം വർഷങ്ങൾക്കപ്പുറത്താണ്. അപ്പോൾ പകൽ ഈ ക്ലാസ്സും പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് വേണം,
എ പോസിറ്റീവ്. അപ്പോൾ എൻ്റെ എ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തരാം. അപ്പോൾ ഞാൻ ഇന്നത്തെക്കാൾ മെലിഞ്ഞ ഒരു രൂപമാണ്. ആ പഴയ ഫോട്ടോ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഏഷ്യ 53 പോലൊക്കെ നമ്മൾ ഏകദേശം. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഈ കൗണ്ടർ നിൽക്കുന്ന ആൾ ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് വേണം, എ പോസിറ്റീവാ. എടോ തനിക്ക് ജീവൻ വേണേൽ 3-4 കുപ്പി ഇപ്പോൾ കയറ്റണമല്ലോ. പോകാൻ പറഞ്ഞു. നോക്കി പോലും ഇല്ല. നമുക്കൊന്ന് നേരെ നിൽക്കണേ 3-4 കുപ്പി കയറ്റിയാലേ ഒക്കു വന്നു. നമ്മുടെ ആ സന്നദ്ധത കൊണ്ട് പോയതാണ്. നമ്മുടെ ബ്ലഡൊന്നും കൊള്ളൂല. നമ്മുടെ ബ്ലഡിൽ ചിലപ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന രോഗം കാണും. എങ്ങനെ ശുദ്ധി ചെയ്താലും പാവത്തിൻ്റെ അണുക്കൾ കാണുമെന്ന്. അത് കിടക്കുന്ന രക്തമാണ്, വിലയേറിയ രക്തം. നിഷ്കളങ്കം നിർദോഷമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. അത് കൊടുത്ത നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതിനർത്ഥം നമുക്ക് കൃപ എക്സ്പെൻസീവാണോ അല്ലയോ? ഞാൻ പറയും അല്പം എക്സ്പെൻസീവാ കൃപ. കൃപയിലേക്ക് കടക്കാൻ അത് എക്സ്പെൻസീവ് അല്ല. രക്ഷ സൗജന്യമാണ്. രക്ഷ കരഗതമാക്കിയ അനന്തര ജീവിതം എക്സ്പെൻസീവാണ്. ആ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന എളുപ്പമാണ്, പിന്നെ പ്രശ്നമാണ്. സ്വാഗതം എന്ന് വെച്ചിട്ടുണ്ട്, ആർക്കും വരാം. ഇതിനകത്ത് കടന്നാൽ ജീവിതം എക്സ്പെൻസീവാണ്. സാമ്പത്തികമല്ല പറഞ്ഞത്, പിന്നെന്താ? അതാണ് കൃപ. കർത്താവ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. വിശുദ്ധ മറിയം പ്രതികരിച്ചു, ഇതെന്തൊരു വന്ദനസ്വരം! ഒരു പുരുഷൻ എന്നെ കണ്ട് വന്ദനം പറയാണ്. വന്ദനം. ദൂതനാക്കൂടെ ഒന്നുകൂടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നിനക്ക് ശക്തി ലഭിച്ചിട്ട് ആ ശക്തിയാൽ നീ ഒരു പുരുഷപ്രജയെ ഗർഭം ധരിച്ച് പ്രസവിക്കും. ഈ വേർഷൻ എൻ്റെയാ, പക്ഷെ അതിലെ 3 പദങ്ങൾ ഓർക്കണം. അത്യുന്നതൻ, പരിശുദ്ധാത്മാവ്, ഒരു പുരുഷപ്രജ. ഇതിന് പറയുന്ന പേരാ ത്രിയേകത്വം. അത്യുന്നതനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ജഡമെടുക്കുന്ന ഒരു പുരുഷനുണ്ട്. ഒരു പുരുഷപ്രജ ജനിക്കും. അവൻ അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ദൂതിഞ്ഞു പോരുകല്ലേ. ഇന്നും നമ്മളെ ആവേശഭരിതമാക്കുന്നൊരു ദൂത്. ഒരു 17 or 20 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള, അല്ലെങ്കിൽ 22 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു യൗവനക്കാരി പെൺകുട്ടി ആ ദൂതങ്ങോട്ട് കെട്ടെടുത്തപ്പോൾ ലോകത്തിലൊരു സ്ത്രീക്ക് കേൾക്കാവുന്ന ഏറ്റവും ശക്തിമത്തായൊരു ദൂത്. ഇവിടെ കയറി വരുവീനെന്ന ശബ്ദമൊഴിച്ചാൽ ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരിഗണന. കാരണം മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകന്റെ തിരുപ്പിറവിക്ക് നിന്റെ ഉദരം കാരണമാകുന്നു എന്ന അനുഗ്രഹവത്തായ ആ ദൂത് അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ അവളിൽ ദൈവകൃപ ധാരാളമായി അങ്ങോട്ട് ഇടപെട്ടു. എങ്കിലും അവൾ ചോദിച്ചു, ഇതെങ്ങനെ? സത്യത്തിൽ അതെങ്ങനെയെന്ന് ദൂതനും വലിയ പിടിയില്ല. കാരണം ദൂതൻ ജ്ഞാനിയാ, സർവജ്ഞാനിയല്ല, അല്ലേ? ആ ദൈവത്തിൻ്റെ മൊത്തം പ്രോഗ്രാമൊന്നും ദൂതനും അറിയില്ല. പക്ഷേ ഏതറിവ് കെട്ടവനും ദൈവം ഒരു മഹത്തര അറിവ് കൊടുത്തിട്ടുണ്ട്. നമുക്കുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഏത് ചോദ്യത്തെയും നേരിടുന്ന ഒരൊറ്റ ഉത്തരം കൊണ്ട് ദൂതൻ അതിനെ അതിജീവിച്ചു. ദൈവത്തെ കൊണ്ട് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? എൻ്റെ അജ്ഞതയെ മുഴുവൻ മാറ്റുന്ന, എൻ്റെ അറിവുകേടുകളെ മുഴുവൻ മാറ്റുന്ന, എൻ്റെ പ്രയാസ പ്രതിസന്ധികളെ മുഴുവൻ മാറ്റുന്ന, സാറായുടെ ഉദരത്തിൻ്റെ 100 വർഷത്തെ ബന്ധനം മുഴുവൻ തകർത്തെറിയുന്ന അതിശക്തമായൊരു ദൂതൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മറിയയ്ക്കും പിടികിട്ടി. ആ ദൂതിൻ്റെ ശക്തി എന്നിലേക്ക് വന്ന് വ്യാപരിക്കുമ്പോൾ ഞാൻ അറിയാതെ മാറുന്നു. എൻ്റെ അന്തരംഗം മിടിക്കുന്നു, ഉള്ളം ത്രസിക്കുന്നു. അവൾ പറയുക, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസി. ഈ ദൂതുമൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നു. ഈ ദൂത് കിട്ടുന്നതിനേക്കാൾ വലുതാ അത് സംരക്ഷിക്കുന്നത്. അതാ ഈ ഫാസ്റ്റിംഗ് പ്രയറൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ തകർന്നു വന്നെന്തുണ്ടാ? പിറ്റേന്ന് തന്നെ അടിയും ബഹളമൊക്കെ എന്തുണ്ടാ?
ആ ഫാസ്റ്റിങ് കഴിയുമ്പോഴാണ് പരീക്ഷകൻ അടുത്ത് വരുന്നില്ല, ഫാസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്കല്ല. നമ്മൾ അന്നേരമല്ല ഇരുന്ന് രക്തത്താൽ ശക്തിപ്പെടുന്നുണ്ട്. പുള്ളിക്കറിയായതാണ്, പുള്ളി ആ പഞ്ചായത്ത് വഴി വരത്തില്ല. പരീക്ഷകൻ അടുത്ത് വരുന്ന അല്പം കഴിഞ്ഞാൽ അന്ന് മുതൽ അടുത്ത് വരും. തുടക്കം ഭക്ഷണം മുതലാണ്, അവിടെ മുതലാണ് പ്രശ്നം. നമ്മൾ ബൈബിൾ പഠിച്ചു, ബൈബിൾ മൊത്തം ഭക്ഷണം ഒരു വിഷയമായിരുന്നു. ഏദനിലെ ആപ്പിൾ എന്ന് പറയേണ്ട ഫലം, ഏശാവിൻ്റെ ചുവന്ന പായസം, പിന്നെ ഇങ്ങോട്ട് വന്നാൽ യോഹന്നാൻ്റെ മരണത്തിന് അന്നത്തെ ഡിന്നർ. ബൈബിളും മൊത്തം ഭക്ഷണം ഒരു പ്രശ്നമാണ്. വിധവമാർ തമ്മിൽ അടി. അപ്പോൾ സൂക്ഷിച്ച് വേണം ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെ അവിടെ നിൽക്കാൻ. ഭക്ഷണം ഉണ്ടാക്കുന്നവരെല്ലാം നമ്മുടെ ജോലിക്കാരും, കഴിക്കുന്നതിൻ്റെ അവകാശമെന്നും പറഞ്ഞ് നമ്മൾ നിൽക്കുന്നത് ഒന്നുമല്ല. ഫുഡ് നമുക്ക് ഹോട്ടലിൽ തരുന്ന ആ മനുഷ്യനില്ലേ, നമ്മളെക്കാൾ എത്രയോ സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, നമ്മുടെ അടിമയൊന്നും അല്ല തരും. മാന്യമായിട്ട് പെരുമാറാൻ പോലും നിനക്കറിയില്ല. ആ കുഴപ്പം എന്താണെന്ന് മാന്യമാര് ഭാഷയെ പറയില്ല, എടുത്തുകൊണ്ട് പോടാ. മനുഷ്യൻ ഇതിലൊക്കെ മാറണം, അതൊരു സേവനമാണ്. ആ ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ പഠിച്ച് ഒരു പരിശീലനത്തിൽ നിൽക്കുന്ന കുട്ടിയാണ്, നിങ്ങളുടെ എൻ്റെ കുട്ടിയാണ്, അത്രയും പ്രായമുള്ളൂ. അവൻ എഡ്യൂക്കേറ്റഡാ, പഴയ പോലല്ല. പരീക്ഷയായിട്ടാണ് മനുഷ്യൻ ഇടപെടുന്നല്ലേ. അപ്പോൾ അവയിലേക്ക് വരാം, നമുക്ക് മറിയത്തിലേക്ക് വരാം. മറിയം ഇത് ഓടിച്ചെന്ന് പറഞ്ഞത് അമ്മയുടെ അടുത്താണ്, സ്വന്തം അമ്മയുടെ അടുത്ത്. അമ്മ അത് കേട്ടിട്ട്, നീ ദൂതനെ കണ്ടെന്നോ? ഓ, നിനക്ക് തോന്നിയായിരിക്കും, പോട്ടെ. നീ കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ ചിലർ ചുമ്മാതെ ഓരോ കള്ളമൊക്കെ പറയില്ല, നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നാ. എൻ്റെ മോനെ ചെറുപ്പത്തിൽ ഈ പാമ്പ് വരുന്നു എന്ന് പറഞ്ഞ് ഇന്നും പ്രശ്നം ഉണ്ടാക്കും. നമ്മളാരും ഇത് അംഗീകരിക്കാതെ വന്നപ്പോൾ പറഞ്ഞു, ഇത് ഇപ്പം ഇതിലെ പോകുന്ന കണ്ട പാമ്പും ഉണ്ടായിരുന്നു, അവൻ്റെ അനിയനും ഉണ്ടായിരുന്നു, രണ്ടുപേരോട് ഒന്നിച്ച്. പാമ്പ് തനിച്ചല്ല, പിന്നെ ആരുടെ കൂടെ? അവൻ്റെ അനിയനും കൂടെ പോകുന്ന ഞാൻ കണ്ടെന്നു. അവൻ്റെ വിചാരം ഈ സ്കൂൾ വിട്ട് പിള്ളേർ പോകുന്നതല്ല, പാമ്പ് പോകുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മറിയത്തിനെന്തോ ഹാലൂസിനേഷനോ എന്തോ ഓർമ്മക്കുറവോ ഒക്കെ വന്നു എന്ന് ഓർത്ത് അമ്മ പറഞ്ഞു, മിണ്ടാ, നീ പാത്രം കഴുകാൻ നോക്ക്, ചായ എടുക്കാൻ നോക്ക്, പപ്പ ഇപ്പോൾ വരും. പക്ഷെ അവൾക്ക് ഭയങ്കര ആനന്ദം. ആ നിമിഷം മുതൽ അവൾ ആൾ മാറി. ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവൾ ദൂതനെ കണ്ടതും അനുബന്ധ കാര്യങ്ങളുമൊക്കെ അമ്മയോട് പറയുമ്പോൾ ഒരു ദിവസം അമ്മ അമ്പരന്നു. കാരണം ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഗർഭാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ത്രീയുടെ ചേഷ്ടകളും ആഗ്രഹങ്ങളും ശരീരപരിസ്ഥിതിയും പെട്ടെന്ന് പിടികിട്ടും. ശേഷം അമ്മ അനുജത്തി ഉണ്ട് അവൾക്ക്. നമ്മുടെ പിൽക്കാലത്ത് യോഹന്നാൻ്റെ ഒക്കെ അമ്മ, നമ്മുടെ ശലോമി. അപ്പം അമ്മ അമ്പരന്നു. മോളിഞ്ഞ് വന്നേ, 2 മാസം മുമ്പ് നീ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, സത്യം, എന്തോ അത്? അമ്മ, പ്രാർത്ഥനാനന്തരം ഒരു ദൂതൻ എൻ്റെ അരികിൽ വന്നു, എന്നെ നോക്കി കരം കൂപ്പി എന്നെ അനുഗ്രഹിച്ചു. കർത്താവ് എന്നോട് കൂടെ എന്ന് പറഞ്ഞു, ഈ വചനം എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു വിശുദ്ധപ്രജ ഉളവായ അനുഭൂതി ഈ സംസാരിക്കുമ്പോഴും വിട്ടുമാറാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇതാരും അറിയരുത്, വിവാഹ നിശ്ചയം കഴിഞ്ഞ വീട്ടുകാരറിയരുത്, നീ എന്തായി പറയുന്നത്? വേണ്ട, സത്യം പറ, നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും മറ്റൊന്നും പറ്റിയിട്ടില്ല. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ അമ്മയ്ക്കുറക്കമില്ലാത്ത രാവുകൾ, അസ്വസ്ഥത പുകയുന്ന വീട്, ഒടുക്കം പറയാനിഷ്ടപ്പെടാത്ത സത്യം അപ്പനോട് അമ്മ പറഞ്ഞു. അപ്പൻ പറഞ്ഞേ, അവൾ എൻ്റെ മോളാ, അവൾ നിഷ്കളങ്ക കുഞ്ഞാ. അപ്പൻ വിളിച്ചു, മക്കളിഞ്ഞു വാ, പപ്പയുടെ അടുത്ത് നിൽക്ക്. പപ്പ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയണം. മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം? അവൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പപ്പയുടെ മുഖത്ത് നോക്ക്, പപ്പയോട് പറ, എന്താണെങ്കിലും പരിഹരിക്കുക. ഒന്നുമില്ല, പപ്പ പ്രത്യേകിച്ചൊന്നും പരിഹരിക്കാനില്ല, സകലതും പരിഹരിക്കുന്നവൻ
എൻ്റെ ഉദരത്തിലുണ്ട്. സകല പ്രശ്നത്തിനും ഉത്തരം കൊടുക്കുന്നവനെയാണ് ഞാൻ ഈ ഉദരത്തിൽ കൊണ്ടു നടക്കുന്നത്. ഞാൻ ഗർഭവതിയാ. കേട്ട ദൂതെന്താ? ഇന്നു മുതൽ സർവ്വലോകവും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അനുഭവം എന്താ? സംശയങ്ങളുടെ മുൾമുനയിൽ, വേദനയുടെ ഒറ്റപ്പെടലിൽ ഒരുവൾ സ്വയം നീറുമ്പോൾ അതിൻ്റെ പേരാ കൃപ. അതുകൊണ്ട് കൃപയ്ക്കായുള്ള കാത്തിരിപ്പ് എക്സ്പെൻസീവാന്ന് പറയാൻ ചിലപ്പോഴൊക്കെ കൃപ നമ്മളെ ഒറ്റപ്പെടുത്തും. ചിലപ്പോഴൊക്കെ കൃപ പ്രാപിച്ചവളെ ലോകവും സമൂഹവും ഒറ്റപ്പെടുത്തുമ്പോഴും അവൾ മാത്രം ആസ്വദിക്കുന്ന ഒരു കൃപയുടെ സുഖമുണ്ട്, ഒരു സാന്ത്വനമുണ്ട്. ആ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരമറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവഗണിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ജീവൽ പ്രതിസന്ധിയിൽ കൈവിടപ്പെടുമ്പോൾ ഒറ്റക്കല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഒരു പുരുഷപ്രജ ജനിക്കും. ഞാൻ ദൂതനായി കാത്തിരിക്കുന്നു. കാലങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവ് പകർന്ന ആ ദൂതിന് വേണ്ടി കാത്തിരുന്ന് വിഷണ്ണതയോടെ, വേദനയോടെ ജാഗരിച്ചിരിക്കുമ്പോൾ അറിയുക, ദർശനത്തിന് അവൻ അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയം. ലോകത്തിൽ ആർക്കും തടയാനാവാത്ത ദർശനത്തിന്റെ ആധിക്യം അത് ശക്തിപ്പെട്ട് എന്നിൽ ഒരു പുരുഷപ്രജ രൂപപ്പെടുന്നുണ്ട്. ഉലകം കാലാകാലങ്ങളായി ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരമുണ്ടല്ലോ, ഹേ മരണമേ, നിന്റെ ജയമെവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് മരണത്തിന് മരണം വിധിക്കാൻ കഴിയുന്ന സർവാധികാരിയായവന്റെ സാന്നിധ്യമാ ഞാൻ എൻ്റെ ഉള്ളത്തിൽ അറിയുന്നതെങ്കിൽ എനിക്ക് തോൽവിയില്ല, പരാജയമില്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകരുടെ ഉദയം ഇതാ എൻ്റെ ഉള്ളത്തിൽ രൂപപ്പെടാൻ ഇനി കാലമധികമില്ല എന്ന ചിന്തയോടെ അവൾ തൻ്റെ സ്വകാര്യതയിലേക്ക് മടങ്ങി. അപ്പനും അമ്മയും ഒരൽപ്പം ദുഃഖിതരാ. ദൈവത്തിൻ്റെ ദൂത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് വിചിന്തനം ചെയ്താൽ ഇവിടെ വരെ നമ്മൾ വളരൂ. ഒരുപക്ഷെ യോസേഫും മറിയും ഇങ്ങനൊന്നും പ്രതികരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ യോസേഫിൻ്റെയും മറിയുടെ സ്ഥാനത്ത്, ഞാൻ യോസേഫിൻ്റെ അപ്പനമ്മമാർ ഞാൻ പറഞ്ഞ വഴിക്ക് ചിന്തിച്ചു എന്നൊന്നും പറയണമെന്നില്ല. ജോസഫിൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും സ്ഥാനത്ത് ഞാൻ എന്നെയും നിങ്ങളെയും ആ സമരസപ്പെടുത്തി ചിന്തിച്ചപ്പോൾ ഇതങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ, ഈ ആലോചന അങ്ങോട്ട് കേൾക്കാൻ വയ്യ. ഇന്നലെയും ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനാ? ദൈവകൃപ വരണം, ദൈവകൃപ വരണം, കുഞ്ഞിനെ അനുഗ്രഹിക്കണം, മോളെ അനുഗ്രഹിക്കണം, മോനെ അനുഗ്രഹിക്കണം. ഞാൻ പ്രതീക്ഷിച്ചതേ ഈ മറിയയിലൂടെ മറ്റു ചില കാര്യങ്ങളാ, ഈ ശലോമിയുടെ മറ്റു ചില കാര്യങ്ങളാ. മോളെ ഡോക്ടറാക്കണമെന്നാ, എഞ്ചിനീയറാക്കണമെന്നാ എൻ്റെ ചിന്ത ഇതായിരുന്നെങ്കിൽ ലോകമറിയപ്പെടുന്ന ഭാഗ്യവതിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കണ്ടവൾക്ക് വേണ്ടി എൻ്റെ ചിന്തകളെ അട്ടിമറിച്ചുകൊണ്ട്, എൻ്റെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് ലോകം മുഴുവൻ വാഴ്ത്തുന്ന അജയ്യമായൊരു ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എൻ്റെ വിചാരങ്ങളെ മാറ്റിവെക്കാം, എൻ്റെ ചിന്തകളെ മാറ്റിവെക്കാം. അവിടുത്തെ കൃപ കൃപ കൃപ, നിന്റെ കൃപയൊന്നു മതി. മക്കളെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഈ ചിന്തയോടെ ആരിന്നൊന്ന് തിരിഞ്ഞു വരും. അവരിലൂടെ ആ വരും കാലഘട്ടത്തിൻ്റെ ഉണർവിൻ്റെ താപജാലകൾ ആളിക്കത്താൻ പോകുന്നത്. ആ ഹൃദയത്തിലെ ദൈവകൃപ ആളിക്കത്തോ അവരെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരയുന്നത്. അത് ഞാൻ കൃത്യം വിശ്വസിക്കുന്നു. പകല് ഞാൻ വരേണ്ടതാ, ഒരു മിഷൻ ചലഞ്ച് നൽകേണ്ടതാ. ആ ദൗത്യം ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുക. ദൈവം മറിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാവില്ല അപ്പനും അമ്മയും ചിന്തിച്ചത്. എൻ്റെ മകൻ ആരാകണം, മകൾ ആരാകണമെന്നോർത്ത് ഞാനിട്ട പ്രാർത്ഥനയുടെ ബൗണ്ടറി മുഴുവൻ ഭേദിച്ചുകൊണ്ട് അതിനപ്പുറത്ത് അവനെ ആക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഞാനെന്തിന് വില കുറച്ച് കാണണം? നാഥാ, ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ നിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ എൻ്റെ തലമുറയും നിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ചെയ്തതിൽ അധികം ചെയ്യാൻ കഴിയത്തക്ക വിധം, നീ അവരുടെ ഭാവിയെ ധന്യമാക്കത്തക്ക വിധം അവിടുത്തെ വേലക്കായി, അവിടുത്തെ പ്രവൃത്തിക്കായി അവരൊരു വാക്ക് സംസാരിക്കുമ്പോൾ ദൈവങ്ങളുടെ വ്യാപനത്തിനായി അവനെ അവളെ ഉപയോഗിക്കണമേ എന്ന് എത്ര മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കൈയഴിഞ്ഞു, അതൊക്കെ മക്കളുടെ കാര്യമാണ്, അവർ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് നിസ്സഹായതോടെ കൈയഴിയുന്നൊരു കാലത്തെ ഭയപ്പെടണം. കാത്തിരുന്നു. പോക്കിങ്ങനാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നമുക്ക് പാസ്റ്റർമാർ ഇല്ലാതെ വരുന്നു, സഭകൾ നയിക്കാൻ ആളില്ലാതെ വരുന്നു. സഭാ ശുശ്രൂഷയും അനുബന്ധ കാര്യങ്ങളും സുവിശേഷ ഘോഷണത്തിനും സഭയുടെ ഊർജ്ജസ്വലമായ പോക്കിനും അങ്ങനെ സമർപ്പണം ചെയ്തവർ അസ്തമിക്കാൻ ഒരു പരിധിവരെ കാരണം എൻ്റെയും നിങ്ങളുടെയും നിസ്സംഗതയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവൃത്തി യേശുവിനെ പ്രസംഗിക്കലാണ് എന്ന് കാലം തെളിയിച്ചു കൊടുത്ത അനുഭവജ്ഞരുടെ ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത് മക്കളെ കർത്തൃവിലയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ അല്ലല്ല. മക്കളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. ആ കൂടെ ചെറിയ ആഗ്രഹങ്ങൾ മനുഷ്യന് കാണുന്നേ. സ്തോത്രം. ഒരു ചെറിയ അനുഭവം നിങ്ങളോട് പറയാം. എൻ്റെ മോൾക്ക് BDSന് അഡ്മിഷൻ കിട്ടി.
ഞാൻ പറഞ്ഞത് നല്ലതാ, പോയി ചേര്. ഒടുക്കം നിർബന്ധം പിടിച്ച് ആൾ പറഞ്ഞു MBBS പോകണം. ഞാൻ അവസാനം നിർധനനെങ്കിലും സമ്മതിച്ചു, ലോൺ വെച്ചോ ഒക്കെ പോവാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നീ ഒരു മിഷൻ ഡോക്ടറായിരിക്കണം, വടക്കേണ്ടിയിൽ പോകണം, ദൈവം അയക്കുന്ന ഇടത്ത് അതിനും അപ്പുറത്ത് പോകണം, പേരും പെരുമയുണ്ടാക്കുക എന്നപ്പുറത്ത് ഇതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് അധ്വാനിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ലോൺ എടുത്തു തരാം. അപ്പോൾ അവൾ നോ പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇനി ഏസാ പറയുന്നെങ്കിൽ അതൊരു സന്തോഷം. ഞാനിതും പറഞ്ഞിട്ട് അവളെക്കൊണ്ട് BDSനാക്കി മറ്റൊരു രാജ്യത്തേക്ക്, ഈ നമുക്ക് ചെല്ലുന്ന സ്ഥലമൊന്നും അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ലല്ലോ, വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ. അവിടെ ചെന്നു ഒരു 17 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് പോയതാണ്. അവിടെ ചെന്നു ഒരു 4-ാം ദിവസം അറിയുന്നു MBBS കിട്ടി. ഗവൺമെൻറ് കോട്ടായി തന്നെ കിട്ടി, ജനറൽ ഗവൺമെൻറ് ഫീസ്. ആളെന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, പപ്പ ഞാൻ മിനിസ്റ്റർ ചെയ്യും, നല്ല നിലയിൽ പാസ്സായി മിനിസ്റ്റർ ചെയ്യണം. ഇതാ ഞാൻ കുഞ്ഞുങ്ങളോടും പറയുന്നത്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും, പക്ഷെ തമ്പുരാൻ്റെ ഹൃദയത്തിലും ഒരാഗ്രഹമുണ്ട്. സമർപ്പണമുണ്ടോ മക്കൾക്ക്? ആ ഹൃദയത്തിലെ ആഗ്രഹം, അതിന് കാലമൊന്നും താമസിച്ചു പോയിട്ടില്ല. ഈ ഇരിക്കുന്ന കുട്ടികളിൽ പഠനത്തിൽ ഏറ്റവും പിന്നോക്കം നിങ്ങളാകാം, പണം കൊണ്ട് ഏറ്റവും പിന്നോക്കം നിങ്ങളാകാം. പക്ഷെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആർക്കും അടിവരയിടാൻ കഴിയില്ല, ആർക്കും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുകയില്ല. ആർക്കിന്ന് രാത്രി സമർപ്പണം ചെയ്യാം, യേശുവിനെ പ്രസംഗിക്കാൻ. അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നമുക്ക് പാസ്റ്റർമാരെ വേണം, സുവിശേഷ പ്രസംഗകരെ വേണം, ഗായകരെ വേണം, യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന സുവിശേഷകരെ വേണം, മിഷണറിമാരെ വേണം. അതിന് സഭ ആവലോടെ കാത്തിരുന്ന് ഇത്തരമൊരു സന്ദർഭം സംജാതമാക്കുമ്പോൾ ഈ കൃപയുടെ വ്യാപനത്തിന് ദൈവം കണ്ട മറിയെക്കുറിച്ച് മാതാപിതാക്കളുടെ സങ്കല്പം മറ്റൊന്നാണെങ്കിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദയം ചെയ്യാൻ കർത്താവ് കണ്ടവൻ മറിയുടെ ഉദരത്തിൽ. ഞാൻ മുമ്പ് പറഞ്ഞ ആ മാനസികാവസ്ഥയിൽ തന്നെ അതിനെ തുടർന്ന് വിശദീകരിക്കാം. ബഹുമാനരെ, ഓരോ ദിവസം കഴിയുക മറിയയുടെ ഉദരം വലുതായി. അവൾ പ്രസവ നിമിഷങ്ങളോട് അടുക്കുക. അയൽക്കാരെന്ത് പറഞ്ഞു കാണും, നീ അപ്പനും അമ്മയും അങ്ങ് വിട, അയൽക്കാർക്കാർക്കും ഈ കൃപയില്ലല്ലോ. ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കാൻ അവരോളം മിടുക്കരാരുണ്ട്? അനാവശ്യങ്ങൾ ഓരോന്നും പറഞ്ഞ് ആ കൊട്ടും പാട്ടും ചാട്ടവും ഒക്കെ കണ്ടപ്പോഴേ ഞങ്ങൾ ഓർത്താ, ആ ഭക്തി കണ്ടപ്പോഴേ ഓർത്താ, എന്തായിരുന്നു ഇവിടെ? 100,000 ആക്ഷേപശരങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന മറിയത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരാ കൃപ. അതുകൊണ്ട് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ മതി, കൃപ വരണേന്ന്. കൃപ എന്ന് പറഞ്ഞാൽ ആണിക്കല്ല് കയറ്റാൻ എളുപ്പമാണ്, താങ്ങാൻ പാടാ. കൃപയ്ക്ക് ഇങ്ങനൊരു ശക്തി ഉണ്ടെന്ന്. കാരണം അതതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആമുഖം ഇങ്ങനെയാണ്. ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ പടിതിയാ ഇത്തരം ചില പ്രശ്നങ്ങൾ, ഇത്തരം ചില അനർത്ഥങ്ങൾ ആ ചൂടിനകത്ത് പിടിച്ചു നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ആർക്കും അവഗണിക്കാനാവാത്തൊരു തലത്തിലേക്ക് തമ്പുരാൻ കരം പിടിച്ചുയർത്തുന്നൊരു നിമിഷമുണ്ട്. അതിന് പ്രായം തടസ്സമല്ല, പണം തടസ്സമല്ല, ജീവിത സാഹചര്യങ്ങൾ തടസ്സമല്ല, നിങ്ങൾ ആരെന്നുള്ളത് തടസ്സമല്ല. ഇതുവരെ കാണാത്ത അനുഗ്രഹത്തിൻ്റെ വഴിത്താരയിലൂടെ എനിക്ക് സഞ്ചരിക്കണം. മടുപ്പേറിയ എൻ്റെ ജീവിതത്തിൻ്റെ മാനസികാവസ്ഥകളെ മാറ്റി എന്നെ കരുത്തുറ്റ അനുഭവത്തിൽ എൻ്റെ തമ്പുരാനാക്കുന്ന നിമിഷം വരുന്നു എന്ന ബോധത്തോടെ നമുക്ക് മുന്നേറാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരേ, ഇവിടെ അടുത്ത ഘട്ടം, ഭർത്താവ് ഒരു മാന്യനായിരുന്നു. അതുകൊണ്ട് അങ്ങേര് ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ അങ്ങ് മാറുക. വിഷയം തീർന്നില്ലേ? ഇല്ല, ഫേസ്ബുക്കിൽ 4 പോസ്റ്റ് വിട്ട് അവിടെ ജീവിതവും കളഞ്ഞ് ആ കുടുംബത്തെയും തകർത്ത് ഒന്നും പോവല്ല. പകരം എന്ത് ചെയ്തു? ആരും അറിയാതെ ഇതങ്ങ് സോൾവ് ചെയ്യാം, അങ്ങ് പോട്ടെ. ഇവിടെ ഒരു വൈരുദ്ധ്യം കാണാം.
10 മാസങ്ങൾക്കപ്പുറത്ത്, അല്ലെങ്കിൽ 9 മാസങ്ങൾക്കപ്പുറത്ത് ദൂതൻ മറിയോട് ഇടപെട്ടപ്പോൾ മറിയം പറയാ, എൻ്റെ പൊന്നച്ച, എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. ദൈവം പിടിച്ചേൽപ്പിക്കോ? ഇല്ല. ഈ ഹൈസ്കൂളുകളിലെല്ലാം ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അധ്യാപകരൊരു ചോദ്യമുണ്ട്, വേലയ്ക്ക് വിളിയുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ കണ്ടുപിടിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഇങ്ങേർക്കൊരു ദൈവകൃപയുണ്ട ഈ ചോദ്യം വരുമോ? ഇല്ലെന്ന്. അങ്ങനെ എത്ര പിള്ളേരെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ എന്നെ ഒരു ഹൈസ്കൂളിൽ ഇൻ്റർവ്യൂ നടത്തി പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, വേലയ്ക്ക് വിളി ഇല്ലെന്ന് പറഞ്ഞു. കാലമേറെക്കഴിഞ്ഞ് ഒറ്റ കൊല്ലം ഞാനവിടെ പഠിപ്പിച്ചത് വേറെ കാര്യം. സ്ഥലമൊന്നും പറയില്ല, പേഴ്സണലി ചോദിച്ചാൽ പറയാം. ആ മുമ്പ് പറഞ്ഞാൽ അത് ഒരു ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്താ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? ആ ഇൻ്റർവ്യൂ കോഡല്ല നമ്മുടെ വിളി തീരുമാനിക്കുന്നില്ലേ. പരിണിതമായിട്ട് എന്ത് പറ്റി? വിളിയുള്ള ഒത്തിരി പേര് പുറത്തും പോയി, വിളിയില്ലാത്തവൻ കണ്ടോ. അതൊക്കെയാണ് നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. പോട്ടെ, മറിയ പറയാം എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കത്തൊന്നുമില്ല. അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഒരാളെ അടിച്ചേൽപ്പിച്ചു. ആരെയെന്നറിയോ? യോസഫിനെ. യോസഫ് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ ദൂതൻ ഇങ്ങോട്ട് വന്നു തട്ടിക്കണം. എനിക്ക് എന്താ തീരുമാനം? തീരുമാനം ഇപ്പോൾ അവരവരുടെ വഴി, ഞാൻ എൻ്റെ വഴി. എനിക്ക് പറ്റി, ഞാനായിട്ട് അല്ല, നീ തന്നെ അവളെ വിവാഹം കഴിക്കണം. യോസേഫ് പറ്റില്ലെന്ന് പറഞ്ഞാലോ? നടക്കൂല. നടക്കാത്ത എന്താണെന്നറിയണ്ടേ? കൃപയുടെ ശക്തി മറിയയ്ക്ക് ബോധ്യം വരണമെങ്കിൽ, ദൈവകൃപയുടെ ആഴം ബോധ്യം വരണമെങ്കിൽ യോസഫ് തന്നെ വിവാഹം കഴിക്കണം. എൻ്റെ പ്രതീക്ഷകളൊന്നും നഷ്ടമാകല്ല്, എൻ്റെ കാത്തിരിപ്പ് നഷ്ടമാകല്ല്. അന്നവൾക്ക് ആദ്യമായി മനസ്സിലായി, ദൂതൻ്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തി ദൈവത്തെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. എഴുതി തള്ളിയത് പലതും, നിയമം കൊണ്ട് റദ്ദ് ചെയ്ത പലതും, ഇനി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ചിന്തിച്ച പലതും വീണ്ടും ശക്തിപ്പെടുത്തി പുനരാലോചന നടത്തി യഥാസ്ഥാനം തരാൻ കഴിയുന്ന മഹാദൈവത്തിൻ്റെ ശബ്ദമാ 10 മാസങ്ങൾക്കപ്പുറത്ത് നീ കേട്ടതെങ്കിൽ പ്രതീക്ഷകളൊന്നും വലിച്ചെറിയരുത്. ദൈവങ്ങളുടെ ആഴത്തിന് കാത്തിരിക്കണം, ദൈവത്തിൻ്റെ ഇടപെടലിന്. സ്തോത്രം. ഒന്നുകൂടി പറയാം. രണ്ടാമത്തൊരു കാരണമുണ്ട്. യോസഫ് മറിയത്തെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കാൻ പറ്റില്ല. ദാവീദ് പുത്രാണ്. മനസ്സിലായില്ല? മറിയയും ചർച്ചയിൽപ്പെട്ട ആളാണെങ്കിലും വംശാവലിപ്പട്ടികയുടെ കണക്കിൽ ദാവീദിൻ്റെ കൊച്ചുമകൻ യോസെഫാ. ആ യോസെഫിനെ വളർത്തച്ഛനാക്കി നിലനിർത്തുമ്പോഴേ യേശു അക്ഷരാർത്ഥത്തിൽ ദാവീദ് പുത്രനാകൂ. കാലമേറെ കഴിഞ്ഞ് എത്ര ആളുകൾ അവനെ വിളിക്കുക, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം, കരുണ തോന്നണം, കരുണ തോന്നണം. വർഷങ്ങൾക്കപ്പുറത്ത് ദാവീദ് പറഞ്ഞു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക. 100,000 പ്രവചനത്തിൻ്റെ ഉറവകൾ ഒഴുകാൻ ഒരുമ്പെട്ട് കാത്തിരുന്ന് ഒരു മഹാപ്രളയമായി വന്നിലയിക്കേണ്ട വാഗ്ദത്തമാ കഴിഞ്ഞ രാത്രി യോസേഫേ നിന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത്. നീ അവിടെ മാറിപ്പോയാൽ ഈ മഹാപ്രവാഹത്തിന് ഇടപെടാൻ പറ്റാതിരിക്കും. അതുകൊണ്ട് നീ തന്നെ അവളെ വിവാഹം കഴിക്കും, നീയും അനുഗ്രഹപ്പെട്ടവനാകും. നഷ്ടബോധം നിനക്ക് തോന്നുകയില്ലെന്ന് മാത്രമല്ല, ഈ സമർപ്പണത്തിൻ്റെ ബലവും ശക്തിയും ആഴവും പരപ്പും നീ തിരിച്ചറിയും. അതാ ദൈവകൃപ. ആരുമറിയാത്ത നിറവിലും അളവിലും നമ്മെ സഹായിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും ഓർത്തിരിക്കുന്ന ആ ദൈവിക ഇടപെടൽ തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ ജയിലറയിൽ കിടന്നുകൊണ്ട് ഈ സന്ദർഭത്തെ നേരിട്ട് കാണാതെ ഉള്ളത്തിൽ ഉൾക്കൊണ്ടിട്ട് പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. പക്ഷേ ആ ദൈവകൃപ വേണ്ടത്ര ഉൾക്കൊള്ളാൻ അന്നാട്ടിലെ മനുഷ്യർക്കൊന്നും കഴിഞ്ഞില്ല. അത് പ്രമുഖർക്കാണ് കഴിയാൻ. വലിയ വലിയ ആളുകൾക്കൊന്നും അതിന് കഴിഞ്ഞില്ല. അവിടെയും ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്.
കർത്താവിനെ പ്രമുഖർ, അക്കാലഘട്ടത്തിലെ പണ്ഡിതർ, അതാണ് പ്രമുഖർ ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികമായ പ്രമുഖരല്ല. കാരണം സമ്പന്നരൊക്കെ യേശുവിൻ്റെ കൂടെ ഉണ്ട്. ചിലർ സമ്പന്നരില്ലേ കർത്താവിൻ്റെ കൂടെ? 120 ആളുകളെ ഒരു വീട്ടിൽ കൂട്ടാനും അവർക്കെല്ലാം ഫുഡ് കൊടുക്കാനും കഴിയുന്ന തരത്തിൽ സജ്ജീകരിക്കപ്പെട്ട വീട് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെയുണ്ട് മാർക്കോസിൻ്റെ. ആ ഗെത്സമന തോട്ടം പോലും മാർക്കോസിൻ്റെ അപ്പൻ്റെ ആയിരുന്നാണ്. വലിയ കാശുകാരുണ്ട്, തീരെ ഇല്ലായ്മക്കാരുണ്ട്, കൂടുതലും ഇല്ലായ്മക്കാരാ. അതാ സത്യം. പക്ഷേ ക്യാഷുള്ളവരുണ്ട്, അവരൊക്കെ ദൈവത്തിനായി കൊടുത്തു. അതിലെ കർത്താവ് അധികാരത്തോടെ പറയുന്നത്, നിങ്ങളങ്ങ് ചെന്നാൽ മതി, ഫുഡെല്ലാം റെഡിയാണ്. അച്ഛാ കഴുതി അഴിച്ചോട്ടെ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ അഴിച്ചോണം, ചോദിച്ചാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കണം. ഇത്ര ബന്ധമാണ് കർത്താവിന്, ഇത്ര അധികാരമാണ് അവിടെ ഉള്ളത്. ഇവരൊക്കെ ഉണ്ട്. പണ്ഡിത ലോകം യേശുവിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല, പരിഹസിച്ചു. അവരെ കൂടെ വിളിക്കും തച്ചൻ്റെ മകൻ, ശാസ്ത്രം അറിയാത്ത ആൾ, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ 12 വയസ്സിൽ തെളിയിച്ചു കൊടുത്തു, മുട്ടരുത്, മുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, പണി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാണത്തില്ല. 12 വയസ്സിൽ. പിന്നെ യേശു ഡിബേറ്റിനൊന്നും പോയില്ല. പിന്നെ കുരുട്ടി ചോദ്യം ചോദിച്ചു വിടത്തുള്ള, എന്തിനാണെന്നറിയണ്ടേ? നീ അതിനുള്ളത് ഇല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. എങ്കിൽ ഞാനും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ചെറിയൊരു കുരുക്കും കുരുക്കി അവിടെ ഇട്ടിട്ട് ആളിഞ്ഞ് പോരും. ഞാനിങ്ങനെ ഒരു ഡിബേറ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരുത്തൻ വലിയൊരു ചോദ്യം പോലെ, നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ, യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു, ആദമിൻ്റെ അളിയൻ ആരായിരുന്നു? അന്നേരം മനസ്സിലായി ഇവൻ്റെ അളിയൻ ഇവനിട്ട് നല്ല പണി വേണത്, അതിൻ്റെ ആ വിഷമം തീർക്കുന്നത്. ഞാൻ പറഞ്ഞു, പുള്ള പെങ്ങളെ വിവാഹം കഴിച്ച ആളാ, വേറെ ആരും ആയിരിക്കുകയില്ല, അത് നീ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവിടെ നീ പോകുന്നു. ചിലർ അത്രേ അർഹിക്കുന്നുള്ളൂ മറുപടി, അല്ലേ? അവിടെ നമ്മൾ തിയോളജി തെളിയിക്കാൻ നിൽക്കണം. ചിലരുണ്ടല്ലോ ഈ പരസ്യവും തടയാൻ വരുന്നവൻ്റെ കാല് പിടിച്ചു, സാറേ ഞങ്ങൾ അതിനൊന്നും വന്നതല്ല, ഇവനെന്നും കൊണ്ട് പോകല്ലേ, ഇവനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അവിടെ നിൽക്കുന്നവനെ എന്തിനാ വന്നതെന്ന്? നിങ്ങളവിടെ നടത്തുന്നില്ല, അടുത്തടുത്ത് പോക്കോണം. അവൻ്റെ കാല് പിടിക്കേണ്ട ഗതികേടുണ്ടോ? ഇല്ലെന്ന്. ആരും ഉപദ്രവിക്കുകയൊന്നും വേണമെന്നല്ല, ചീത്ത പറയണമെന്നൊന്നുമല്ല. നിങ്ങളവിടെ നടത്തുന്നില്ലേ, നടത്തേണ്ട, പരിജ്ഞാനമുള്ളൊരു സ്ഥലത്തോട്ട് അങ്ങോട്ട് പോക്കോണം. നിൽക്ക് സാറേ, ഇത് കണ്ടോ, ഞങ്ങൾ ഒത്തിരി സാമൂഹ്യ പ്രവർത്തനം നടത്തും, ഞങ്ങൾ മനപരിവർത്തനത്തിന് വന്നതാണ്. ഇത്ര അതപ്പതിക്കണോ നമ്മളെന്തിനാ വന്നതെന്ന് നമുക്കും അറിയാം, അവനും അറിയാം. നിങ്ങൾ പറയണം, സാക്ഷാൽ നരേന്ദ്രമോദി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനാണ് ഞങ്ങൾ വന്നത്. സംശയം വല്ലതും ഉണ്ടോ? സന്നദ്ധത ഉള്ളവർ ഇറങ്ങിപ്പോയാൽ മതി. ഇതിന് പിന്നെ അവിടെ ചെന്ന് പാടുന്നതൊക്കെ സൂക്ഷിക്കണം. പരസ്യത്തിൽ ചെന്നിട്ട് മണവറവാസം എത്ര നാളായിരുന്നു പാട്ട് പാടിയ, കേൾക്കുന്നതിന് എന്തോ പിടിയിട്ടു. ശാരദയൊക്കെ കേൾക്കുന്നുണ്ടോ? പോൾസം പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഭാവിക്കതൊന്നും മനസ്സിലാവില്ല നമ്മളെന്താ ഈ പാടുന്നതെന്ന്. പാട്ടിലൊരു മെസ്സേജ് വേണമല്ലോ, അത് അകത്ത് പാടേണ്ട പാട്ടാ, അല്ലേ? ഒരു പയ്യൻ്റെ കല്യാണം നടത്തിയപ്പോൾ അവൻ്റെ കൂട്ടുകാരായ ഒത്തിരി ആൾക്കാരെല്ലാം വരുമ്പോൾ ഈ പാസ്റ്റർ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് നിരന്തരം പറഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് ചോദിച്ചു, നിനക്ക് കുഞ്ഞാടെന്ന് പേരുണ്ടോടാ? വീട്ടിലെ പേര് കുഞ്ഞാടെന്നാണ്. കാരണം ഇവരോർത്ത് ഇതുവരെ കേട്ടെ സാബുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ വന്ന് ചെന്നപ്പോൾ പറയാ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. ഇത് വിശദീകരിച്ചല്ലേ കൊടുക്കണം, അല്ലേ? ആവട്ടെ. അപ്പോൾ നമ്മുടെ ഈ നാട്ടുകാരെല്ലാം ഇങ്ങനെ പരിഹസിക്കുമ്പോൾ അവിടെ ബർത്തിമായി എന്നൊരു കുരുടനെ കാണാം. ദൈവകൃപ ഉദിക്കുന്നത് എങ്ങനെയാണെന്നായി പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. അതെല്ലാം എടുത്ത് വിശദീകരിക്കണ്ട. ഈ ബർത്തിമായി എന്ന പേര് അത്ര മോശം പേരല്ല, നല്ലൊരു പേരാ. പണ്ട് ഈജിപ്റ്റ് ഭരിച്ച ഒരു രാജവംശത്തിൻ്റെ പേരാ ടോളമി. അതിലൊരു ടോളമിയാണ് പഴയ നിയമം പരിഭാഷപ്പെടുത്താൻ ഉത്തരവിടുന്നത്. ടോളമി ഫിലാഡൽഫസ്. ടോളമി രാജവംശം ഈജിപ്റ്റ് ഭരിച്ച. ടോളമി 1, ടോളമി 2 എന്ന് പറഞ്ഞത് ഒരു രാജവംശത്തിൻ്റെ പേരാ. ടോളമിമാർ വലിയ സംഗീത തൽപരരായിരുന്നു, വിജ്ഞാനകുതികളായിരുന്നു, ധീരന്മാരായിരുന്നു. അതുകൊണ്ട് ഈ പേരങ്ങ് സാർവത്രികമായപ്പോൾ പിൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ ആളുകൾ
ടോളമി എന്നിടാൻ തുടങ്ങി. ചിലർ ഈ ടോളമി എന്ന് പറഞ്ഞു വരുമ്പോൾ അക്ഷരം ലോപിച്ച് ടോമി എന്ന് ചുരുങ്ങി. ടോമി എന്നും ടോളമി എന്നും. ഈ ടോളമിയാണ് മലയാളം ബൈബിളിൽ കാണുന്ന തലോമായി. ടോമിയാണ് തിമായി. ഈ രണ്ടും ഒന്നാണ്. ടോളമി ടോമിയായി തിമായിയായി ഒന്നാണ്. പ്രമുഖരുടെ പേര് അങ്ങനെ ഇടുന്നൊരു പതിവ് അന്ന് നിലനിന്നിരുന്നു. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഒട്ടും വിവരമില്ലാത്തവനും ആൾക്കാരിടുന്ന പേര് ജയൻ എന്നായിരുന്നു. തോറ്റോ ടൂപ്പാട് വരുന്നവൻ്റെ പേര് ജയൻ. കാരണം അന്നൊരു നടൻ്റെ പേരാണ് ജയൻ. പ്രമുഖനായ നടൻ മരിച്ചുപോയി. പിന്നെ നമ്മൾ ഇടക്കാലം കൊണ്ട് കേട്ട പേരാ സച്ചിൻ അല്ലേ? ഒത്തിരി പേരുണ്ടങ്ങനെ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനെ സച്ചിൻ. ഈ പേര് ഒത്തിരി ആയിക്കഴിയുമ്പോൾ ഇവരെ തിരിച്ചറിയാൻ പേര് പറയും ഇന്നാരുടെ മകനായ സച്ചിൻ അല്ലേ? അപ്പൻ്റെ പേരുടെ ചേർത്ത് പറയും സച്ചിൻ ജേക്കബ്. അപ്പോൾ ജേക്കബിൻ്റെ പുത്രനായ സച്ചിൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ബ്ലൈൻഡിന് അവൻ്റെ അമ്മ ഭാവനാസമ്പന്നമായൊരു പേരിട്ടു തിമായി. തിമായി കുഞ്ഞെന്നോ തിമായി മോനെന്നോ ഒക്കെ അർത്ഥം വരുന്ന ബർത്തിമായി. ബർ അർത്ഥം പുത്രൻ, പക്ഷെ ബ്ലൈൻഡാ. നല്ലൊരു പേരമ്മ ഇട്ടു. കുറേ നാൾ അവൻ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ പേരിൻ്റെ വലിപ്പമൊക്കെ പറഞ്ഞു കൊടുത്തു. കുഞ്ഞ് സംഗീത തൽപരനായ, വിജ്ഞാന കുതുകിയായ, ധീരനായ, സമർത്ഥനായ ഒരു രാജാവിൻ്റെ പേരാ നിനക്ക്. നിൻ്റെ പേര് കാര്യം നീ ബ്ലൈൻഡാ. നിനക്കൊരു നല്ല പേരിരിക്കട്ടെ. അങ്ങനെ രാജകഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട് അവൻ മറ്റൊരു രാജാവിൻ്റെ കഥയും അമ്മ പറഞ്ഞു കൊടുത്തു, ദാവീദ്. ആ കഥയും കേട്ട് സംസ്കാരസമ്പന്നനായ ദയാവായ്പുള്ള ദാവീദിൻ്റെ കഥ കേട്ടു. കുഞ്ഞിനെ 2 തുണ്ടമാക്കി അമ്മമാർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ബുദ്ധിസാമർഥ്യത്തോട് ഇടപെട്ട് ഒരമ്മയുടെ കുഞ്ഞിനെ രക്ഷിച്ച, ഉടമസ്ഥയെ കണ്ടുപിടിച്ച സോളമൻ്റെ കഥ കേട്ടു. 100,000 കഥകളിലൂടെ ജീവിക്കുന്ന അവൻ പക്ഷേ ഇരുളെന്താ, പകലെന്താ, രാവെന്താ, വെള്ളമെന്താ, ഇതൊന്നും അറിഞ്ഞുകൂടാ. സ്ത്രീ ആരാ, പുരുഷനാരാ ഒന്നും അറിയില്ല. പേര് രാജാവിൻ്റെയാ. അവൻ ഇന്ന് പെരുവഴിയോരത്ത് പിച്ച തണ്ടിയിരിക്കുമ്പോൾ അവന് വായിക്കാൻ കഴിയില്ല, പക്ഷെ കേൾവി അത് ശക്തമാണ്. ആരൊക്കെയോ യേശുവിനെ കുറിച്ച് പറയുന്നത് കേട്ടു. തച്ചൻ്റെ മകനെന്ന് പറയുന്നത് കേട്ടു. ശാസ്ത്രമറിയാത്തവനാന്ന് പറയുന്നത് കേട്ടു. ഈ കൂടെ മറ്റൊന്നവൻ കേട്ടു. അവൻ്റെ വാക്കിൽ കണ്ണ് കാണുന്നു. കാലില്ലാത്തവന് കാല് ലഭിക്കുന്നു. മനോതിൽ തകർന്നവന് ശക്തിപ്പെടുന്നു. ആ കേൾവി കേട്ട മാത്രയിൽ അവൻ തിരിച്ചറിഞ്ഞു, അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് കരുണാനിധിയായ ഒരു ദാവീദിനെ പറ്റി. ആ ദാവീദിൻ്റെ പാട്ടുകളൊക്കെ അമ്മ പാടിക്കേൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിലേ അവൻ ദാവീദ് പുത്രനാ, ഉറപ്പാ. അന്ന് മറ്റൊരു കാഴ്ച കാണാം. അങ്ങകലെ യെരൂശലേം ദേവാലയത്തോട് ചേർന്നുള്ളൊരു പാഠശാലയിൽ ഈ പുസ്തകച്ചുരുൾ തുറന്നു വെച്ചിട്ട് പണ്ഡിത ശിരോമണികൾ ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനം യെശയ്യാ 53 ഒക്കെ വായിച്ചിട്ട് പറയാറുണ്ട്, ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണം. ഇത് പ്രാർത്ഥിച്ചവൻ്റെ മുമ്പിലൂടെ ന്യായപ്രമാണത്തിലെ അത്ഭുതം ജഡരൂപമായി കൃപയും സത്യവും നിറഞ്ഞവനായി അതുവഴി പോകുമ്പോഴൊക്കെ പറയും, തച്ചൻ, ശാസ്ത്രമറിയാത്തവൻ, വിവരദോഷി. പക്ഷെ കണ്ണിലറിയാത്ത ഒരു പാവം വഴിയോരത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് കേൾക്കുന്നു യേശു വരുന്ന ആരവാരം, അവൻ്റെ സാന്നിധ്യം. അത് അരികിലേക്ക് വരുമ്പോൾ അവൻ്റെ അന്തരാത്മാവിലൊരു തുടിപ്പ്. ഉറപ്പാ ഇവൻ തന്നെയാ ഞാൻ കാത്തിരുന്നവൻ, ഇവനെ തന്നെയാ ഞാൻ കാത്തിരുന്നത്. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് ഇന്ന് രാത്രി ഇതുപോലെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളധ്വനിയോടെ ഇതുപോലൊരു വരവുണ്ട്. അന്ന് നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുന്ന മഹനീയമായ ഒരു നിമിഷമുണ്ട്. എങ്ങനെ ഈ അന്ധൻ കാത്തിരിക്കുന്നു അതേ അളവിൽ നമുക്ക് ഇന്ന് രാത്രി കാത്തിരിക്കാം. പുറം കണ്ണുകളൊക്കെ അപ്രസക്തമായി തീരുമ്പോൾ ജ്വലിക്കുന്ന അകക്കണ്ണുകൾ കൊണ്ട് നമുക്കിവനെ നോക്കാം. പുറം കണ്ണുകൊണ്ട് നോക്കുന്നവൻ പറയും, ശാസ്ത്രമറിയാത്തവൻ, തച്ചൻ്റെ മകൻ, ഒരറിവുമില്ലാത്തവൻ,
1000 നാവുകൾ കൊണ്ട് നമുക്ക് പറയാ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം, എന്നോട് കരുണ തോന്നണം. ഹാവ് മേഴ്സി അപ്പോൺ മീ, എന്നോട് ദയാവായ്പ കാട്ടണം, എന്നിലേക്കൊന്ന് ഇറങ്ങി വരണം, എൻ്റെ അരികിലേക്ക്. 100,000 ശബ്ദങ്ങൾക്ക് നടുവിലും, ആരവാരങ്ങൾക്ക് നടുവിലും, ആക്ഷേപങ്ങൾക്ക് നടുവിലും യേശു ഈ ശബ്ദം പേരിട്ട് കേട്ടു. ശാന്തഗംഭീരമായി അവൻ്റെ അരികിൽ വന്നു. അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തു വേണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ വളഞ്ഞ വഴിയൊന്നും പറയാതെ പോയി. അവൻ്റെ ആ പ്രയോഗത്തിലെ സ്നേഹവായ്പ കണ്ടില്ലേ? റബ്ബൂനി, അർത്ഥം എൻ്റെ ഗുരു. ദാവീദ് പുത്രൻ എന്നകലങ്ങളിൽ നിന്നവനെ എൻ്റെ ഗുരുവാക്കി മാറ്റുന്ന പ്രക്രിയ ഹൃദയത്തിൽ അവനെ സ്വീകരിക്കുന്നതെങ്കിൽ ക്രിസ്തു അകലം വിട്ട് അകത്തേക്ക് വരട്ടെ. നമ്മുടെ ഉള്ളിലേക്ക് ആ ക്രിസ്തു ചൈതന്യം ഇറങ്ങി വരട്ടെ. ആ ക്രിസ്തു സാന്നിധ്യം അടുത്തേക്ക് വരട്ടെ. അവനെ നമുക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വീകരിച്ചെടുത്തിട്ട് പറയാം, റബ്ബൂനി, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതി, എനിക്ക് തിരുസാന്നിധ്യം ഒന്ന് അറിഞ്ഞാൽ മതി, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശുവിന് കാഴ്ച നൽകുമ്പോൾ അവൻ കണ്ണു തുറന്നു. അവൻ ഭാഗ്യവാനാ. എന്താ അവൻ ഭാഗ്യവാനായിരിക്കാൻ കാരണം? നിങ്ങളും ഞാനും കണ്ണു തുറന്നപ്പോൾ ഓർമ്മയില്ലെങ്കിലും കണ്ടത് ഗർഭസ്ഥ ശിശുവിനെ പരിചരിക്കാൻ വന്നൊരു പാവം അമ്മയാണ്. ഞങ്ങളൊക്കെ എങ്ങനെ പണ്ട് വീടുകളിൽ ഡെലിവറി നടക്കുന്ന കാലമല്ലേ? നിങ്ങളിൽ പലരും കണ്ടതേ മാസ്ക് ധരിച്ച, കത്രിക കയ്യിലെന്തിയ, ബ്ലേഡ് പിടിച്ച ഒരു പറ്റം ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെയാ. നാളെയുള്ള കുഞ്ഞുങ്ങൾ കാണാനിരിക്കുന്ന ഇതാ. ഇവൻ മാത്രം കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് രക്ഷകനെ. അവൻ പറയും, ഇത്രയും നാൾ അടയപ്പെട്ട കണ്ണുകൾക്കായി സ്തോത്രം, ഇത്രയും നാൾ കാണാതെ പോയ പാപത്തിൻ്റെ കാഴ്ചകൾക്കായി സ്തോത്രം, ഇത്ര നാളും കാണാതെ പോയ മ്ലേച്ഛതകളുടെ കാഴ്ചകൾക്കായി സ്തോത്രം. നിന്നെ കണ്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, നിന്നെ കണ്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നീ എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു, നീ എൻ്റെ ജീവിതത്തെ തൊട്ടു, നീയാണ് എൻ്റെ സർവസ്വവും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയുടെ ഉദയം അവൻ കണ്ടു. ഞാനും നിങ്ങൾ ഒരിക്കലായി കണ്ടെങ്കിൽ ഇന്നിവിടം വിട്ട് പിരിയുമ്പോൾ ഈ ദൈവകൃപയ്ക്ക് വേണ്ടി നിവരെ നിൽക്കാൻ ത്രാണിയുള്ള ചിലരെ ദൈവം തിരയുന്നു നമ്മുടെ മധ്യേ. അങ്ങനെ കാത്തിരിക്കുന്നവർ, കാലവിളംബവന്യെ കേൾക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരു ശബ്ദമുണ്ട്. അത് കർത്തൃ സന്നിധിയിൽ നമ്മൾ ചേർക്കപ്പെടുന്നതാ. ഓർമ്മിച്ചോ, 1200-ലധികം പേർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ കിടക്കുമ്പോൾ ഭാരവും പരാജയമല്ല, നമുക്കൊരു വിജയം. എന്താണ് കാരണം? ആ ജയിലറകളുടെ സ്ഥിതി ദൈവം നാളുകളിൽ മാറ്റും. ആ മണ്ഡലങ്ങളിൽ വീണ കണ്ണീര് ദൈവം പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടും രൂപപ്പെടുത്തി തരും. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വർഷങ്ങൾക്കപ്പുറത്ത് റഷ്യയിൽ ഒരു വിശ്വാസ വീടുണ്ടായിരുന്നു. ആ വിശ്വാസ വീട്ടിൽ അന്ന് റഷ്യ അനുവദിച്ച പരിമിതമായ ചില സൗകര്യങ്ങളുണ്ടായിരുന്നു. ലെനിൻ്റെ റൂൾ 5 എന്ന പേരിലൊരു നിയമം. ആ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് മതമാകാം, പക്ഷെ പ്രചരിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പള്ളികളാകാം, ആ പള്ളികളിൽ പക്ഷേ എപ്പോഴും KGB നിയന്ത്രണത്തിലായിരിക്കും. പ്രാർത്ഥിക്കാം, പാടാം, റഷ്യയുടെ ചിന്തയ്ക്ക് വിപരീതമാകരുത്. ഒരാളെപ്പോലും നിങ്ങളുടെ കൂടെ പുറമെ നിന്ന് കൂട്ടാൻ പാടില്ല. ആ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 100 കണക്കിന് 1000-കണക്കിന് സഭകൾ രഹസ്യവും പരസ്യവുമായി പ്രവർത്തിച്ചു. ആ കൂടെ വാനിയ എന്നൊരു തടവുകാരനുണ്ട്, ഒരു സഹോദരനുണ്ടായിരുന്നു. വാനിയുടെ ജ്യേഷ്ഠൻ ലെനിൻ്റെ രാഷ്ട്രീയ സംഹിതയുടെ ഭാഗമായി അതിൻ്റെ ശക്തനായ പ്രചാരകനാണ്. വാനിയുടെ അനുജൻ വാനിയും യേശുവിനെ സ്വീകരിച്ച 2 സഹോദരങ്ങളാണ്. ഒരു ദിവസം വാനിയ ക്ഷണിക്കപ്പെട്ടു പട്ടാളത്തിലേക്ക്, സൈന്യത്തിലേക്ക്. റഷ്യയിൽ അന്ന് നിലനിന്ന നിയമം അനുസരിച്ച് ഡോക്ടറാകണോ
എഞ്ചിനീയറാകണോ സൈനികനാകണോ അത് റഷ്യയാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല. റഷ്യ റിക്രൂട്ട് ചെയ്യും. ഗവൺമെൻറ് പറയുന്ന ജോലി ചെയ്തിരിക്കണം. അവൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഞാൻ മറ്റു വല്ല രാജ്യങ്ങളിലേക്കും ഓടിപ്പോകും. മനുഷ്യന് നേരെ ആയുധമെടുക്കുന്ന, മനുഷ്യനെ കൊല്ലുന്ന ആ ജോലി വിട്ട് എന്നെ ഒന്ന് മാറ്റണം. പല ആവർത്തി പ്രാർത്ഥിച്ചിട്ടും യാതൊരു ഉത്തരവും വന്നില്ല. വാനിയ രക്ഷപ്പെടാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, നോ, യു ഹാവ് ടു ഗോ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ മിലിറ്ററി. നീ പോ, മിലിറ്ററി ചേര്, ഞാനാ നിന്നെ അയക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഏത് ഇരുട്ടിൻ്റെ സങ്കേതത്തിലും ദൈവം അയച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഭയം വേണ്ട. ദൈവഹിതമുണ്ടെങ്കിൽ പാപം ചെയ്യാൻ ഇടവരാത്ത വിധം നമ്മെ ഒന്ന് സംരക്ഷിക്കണം. ഓരോ പ്രഭാതത്തിലെയും പ്രാർത്ഥന അതായിരിക്കണം, അനാരോഗ്യകരമായൊരു മണ്ഡലത്തിൽ ജോലി ചെയ്യേണ്ടി വന്നാലും എന്നിലെ ദൈവകൃപ ചോരാതെ എനിക്ക് പോകണം. വാനിയ ചെന്നു. രാവിലെ 5 മണിക്കുണർന്ന് 15 കിലോമീറ്റർ നടക്കണം. തദനന്തര ബ്രേക്ക്ഫാസ്റ്റ്, പട്ടാളച്ചിട്ടകൾ ആരംഭിക്കും. പക്ഷെ അദ്ദേഹം തിരഞ്ഞത് ആ തിരക്കിനിടയിലും പ്രാർത്ഥിക്കാനൊരിടം. പ്രാർത്ഥന ശക്തിപ്പെട്ട് പലതരം ദൈവീക ഇടപെടാൽ 200 സൈനികർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പരിണിത ഫലമായി വാനിക്ക് കൊടുക്കേണ്ടി വന്നത് തൻ്റെ പ്രാണനായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ട് വാനികയെ കൊന്നൊടുക്കി അദ്ദേഹത്തെ ഐസ് പെട്ടിക്കുള്ളിൽ പൊതിഞ്ഞ് അപ്പനമ്മമാർക്ക് കൊടുത്തയക്കുമ്പോൾ വാനിയ ഒരു പരാജയമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ ചില ഘട്ടങ്ങളിൽ പരാജയമെന്ന് തോന്നുന്ന പലതും ആത്യന്തികമായി വിധിയെഴുത്താകും. അത് ജയത്തിൻ്റെ വിധിയെഴുത്താകും. ഇനിയുള്ള കാലത്ത് കർത്താവിന് വേണ്ടി വേണ്ടത് എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്ന ഭൗതിക നന്മകളുടെ അടക്കിഭരണം നടത്തുന്ന ആളുകളെയല്ല. വേണ്ടി വന്നാൽ പ്രാണനം നിനക്കായി ഞാൻ വെച്ചു തരും എന്ന് സന്നദ്ധതയുള്ള സമർപ്പണമുള്ള ധീരന്മാരെയാ കർത്താവ് ഇന്ന് രാത്രി അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ചിലരെ തിരഞ്ഞ് അവരിലൂടെ ആ ഉണർവിൻ്റെ താപജാലകൾ വ്യാപരിക്കുന്നത്, അതിൻ്റെ നാന്ദിയ ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നതെങ്കിൽ മറുവശത്തൊരു കാര്യം അറിയാമോ? അതിവേഗത്തിൽ ഇന്ത്യയിൽ പ്രാർത്ഥനാ മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നു. തകർന്നടിഞ്ഞ മടുത്തുപോയ ജീവിതങ്ങളെയും ദൈവം തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിക്കുന്നു. ശീതീകരിക്കപ്പെട്ട മാനസികാവസ്ഥയോടെ മടുപ്പേറിയ മനസ്സുകളെയും ദൈവം ശക്തിപ്പെടുത്തി ഉന്മേഷഭരിതമാക്കുന്നു. അതിൻ്റെ ഒരളവ് അടിയനും വേണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാം? എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് ഉണരണം, എനിക്കൊന്ന് കർത്തവ്യനിരതനാകണം. എൻ്റെ പാട്ടിലൂടെ, എൻ്റെ പ്രസംഗത്തിലൂടെ, എൻ്റെ ചിന്തയിലൂടെ ഒരു ജീവൻ്റെ തുടിപ്പ് വീണ്ടും ശുശ്രൂഷയിൽ പ്രകടമാകണം. ആരാഗ്രഹിക്കുന്നു? ദൈവം ഇന്ന് രാത്രി നമ്മളെ ഉപയോഗിക്കും, ഉറപ്പാ. പഞ്ചാബിൽ, ഉത്തരാഞ്ചലിൽ, ബീഹാറിൽ, മധ്യപ്രദേശിൽ അതിശക്തമായ വിധത്തിൽ ദൈവപ്രവർത്തനത്തിന് വിശാല പദ്ധതികൾ ദൈവം ഒരുക്കിയിരിക്കുക. 2.5 എന്ന് പറയുന്ന 2.5 എന്ന് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കണക്കുകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സഭ അതിദ്രുതം വളരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഇങ്ങേ തലക്കൽ പണ്ടേ സുവിശേഷമെത്തിയ ഉണർവിൻ്റെ നാട്ടിൽ നമ്മൾ ഉറങ്ങിയിരിക്കാൻ പാടില്ല. യേശുവിന് ആവശ്യമുണ്ട്. അവിടുത്തേക്ക് വേണ്ടി നിലനിൽക്കാൻ കഴിയുന്ന, ജീവിതം സമർപ്പിക്കാൻ കഴിയുന്ന സകല സമര ഭടന്മാരെ. മറ്റൊന്നും ഞാൻ തിരയുന്നില്ല. ഈ മഹാകൺവെൻഷനിൽ യേശുവിന് വേണ്ടി അങ്ങനെ നിൽക്കാൻ കഴിയുന്ന എത്ര പേരുന്നുണ്ട്? ആവശ്യം വന്നാൽ ഞാൻ യേശുവിന് വേണ്ടി മരിക്കും. അതിൽ കുറഞ്ഞതൊന്നും ഇവിടെ ആവശ്യമില്ല. ആവശ്യം വന്നാൽ എൻ്റെ ആത്മനാഥന് വേണ്ടി, എൻ്റെ ആത്മനാഥന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോരാടി മരിക്കും. സുവിശേഷം പറഞ്ഞ്, പാട്ടുപാടി, ആത്മാവിൽ ആരാധിച്ച് ദൈവസഭയെ നിലനിർത്തേണ്ടതിന് വേണ്ടി ഞാൻ നിവരെ നിൽക്കും. ആർക്കുണ്ടി താല്പര്യം? അവർ മാത്രം കരമുയർത്തി പിടിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉയർത്തപ്പെട്ട കരങ്ങൾ
വീണ്ടും 2-3 മണിക്കൂർ കൂടി പ്രസംഗിക്കാൻ ഞങ്ങൾ ദൈവദാസന്മാരെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ഉണർന്നാൽ ഞങ്ങൾ ഉണരും, ഞങ്ങൾ ശക്തിപ്പെട്ടാൽ നിങ്ങൾ ഉണരും. ഈ ഉണർവിൻ്റെ അലയൊലികൾ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വ്യാപരിക്കും. ഈ ഭൂമിയുടെ മറുതലക്കൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളെ താഴ്ത്തിയിടാം. ഭൂമിയുടെ ഇങ്ങേ തലക്കൽ ഇരുന്നു കൊണ്ട് 1500 പേർ ജയിലിൽ കിടക്കുമ്പോൾ അവരോട് ആത്മാവിൽ വിളിച്ചു പറയാ, സഹോദര, നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ വ്യാപരിക്കുന്ന അതേ ദൈവകൃപ ഞങ്ങളിലുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ പ്രതീക്ഷയിൽ നിങ്ങളുണ്ട്. നിങ്ങളില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആത്മാവിൽ ജ്വലിക്കാൻ അവരുടെ മക്കളെവിടെ, ഭാര്യ എവിടെ, അന്നമെവിടെ എന്നറിയാതെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങളിവിടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, ആരാധിക്കുന്ന നമുക്ക് ഒരുമിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഭീതിജനകമായ ഇത്തരം അവസ്ഥകൾ സംജാതമാക്കുന്ന ഈ സമയത്ത് പ്രാർത്ഥനയുടെ ആത്മാവിൽ അവരെ താങ്ങണം. ആ ഉയർത്തപ്പെട്ട കരങ്ങൾ ഇരുട്ടിൻ്റെ ശക്തികൾക്കൊരു മുന്നറിയിപ്പാ. ആ കരങ്ങൾ ശാരീരികമായി ദുർബലമായിരിക്കാം, BP ഉള്ളവരായിരിക്കാം, പ്രഷർ ഉള്ളവരായിരിക്കാം, നിങ്ങൾക്ക് മറ്റേതെങ്കിലും രോഗമുള്ളവരായിരിക്കാം. പക്ഷെ ഭാരം വേണ്ട. നസ്രായന്റെ ചൈതന്യം, നസ്രായന്റെ രക്തം, അതിൻ്റെ ബലം വ്യാപരിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൻ്റെ എരിവോടെ ഈ ദേശത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ കൺമുമ്പിൽ തന്നെ ചില കാഴ്ചകൾ കാണാൻ, നമ്മുടെ കൺമുമ്പിൽ തന്നെ ചില വിടുതലിൻ്റെ അനുഭവങ്ങൾ കാണാൻ ദൈവ ശക്തിപ്പെടുത്തട്ടെ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. 1 മിനിറ്റ് കൂടി. ഇന്ന് ഞാൻ ഈ യോഗത്തിൽ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, വർഷങ്ങൾക്കപ്പുറത്ത് ഈ മഹാപ്രസ്ഥാനത്തിന് ഇങ്ങനെ രൂപം കൊടുത്ത് അതിനുവേണ്ടി പണിയെടുത്ത ആദ്യ കാലഘട്ടം കണ്ട ചിലരെങ്കിലും കണ്ടേക്കാം. അല്ലെങ്കിൽ 8, 10, 15, 20 വർഷം കഴിഞ്ഞ് ആ ഒഴുക്കിനൊപ്പം കൂടിയവരുണ്ടായിരിക്കാം. ഈ സൗകര്യമില്ല, ഈ സാമ്പത്തികമില്ല, ഇത്രയും സജ്ജീകരണങ്ങളില്ല. ഇന്ന് ഇത്രയും ജനം ഇവിടെ വന്നത് പ്രസംഗിക്കുന്ന എന്നെ കാണാനല്ല, നാളെ വരുന്ന എറിയാച്ചാനെ കാണാനല്ല. ഇത്രയും പേർ ആർ നേടിയതെന്നറിയണ്ടേ? ഈ വഴിത്താരയിലൂടെ ഈ പുസ്തകം ചുമന്നുകൊണ്ട് ഒരു ചായക്കാശിന് ഗതിയില്ലാതെ തലങ്ങും വിലങ്ങും അധ്വാനിച്ച 100 കണക്കിന് ക്രിസ്തുവിൻ്റെ സകല ഭടന്മാർ അവരുടെ രക്തവും വിയർപ്പും വീണടിഞ്ഞ ഈ മണ്ണിൽ നിന്ന് പൊട്ടിവിടർന്ന മഹാ അനുഗ്രഹിക്കപ്പെട്ട പുഷ്പങ്ങളാ ഞാനും നിങ്ങളുമെങ്കിൽ ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചത്, കഴിഞ്ഞ രാത്രി കേട്ടത്, ഈ ദിനങ്ങളിൽ കേട്ടത് ഈ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ഇത് കൊയ്തെടുക്കാൻ ഒരു പുതുതലമുറ ഇതുവഴി വരുമെന്നുള്ള വിശ്വാസത്തോടെ പറയാ. 2026 ദൈവവേല പരാജയമല്ല. പുത്തൻ ഉണർവിലേക്ക് സഞ്ചരിക്കാൻ 2025 തന്നെ ഞങ്ങൾ ആ കരുത്ത് പ്രാപിക്കുന്നു, ഞങ്ങൾ ആ ശക്തി പ്രാപിക്കുന്നു. ഒരു പുതുതലമുറ ഇതുവഴി വരാൻ, ഒരു പുതുതലമുറയുടെ ഇരമ്പൽ, ഒരു ആരവാരം അത് ഹൃദയത്തിൽ കേൾക്കുന്ന നമുക്ക് ഒരേ സ്വരത്തിൽ, ഒരേ താളത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും കർത്തത്തിൽ എഴുന്നേറ്റ് നിൽക്കാം.